എൻ്റെ മനസ്സിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് കുഞ്ഞ് മരിച്ചതല്ല, ശരിക്കും ഒരു ദൈവം ഇല്ലല്ലോ എന്ന്. കാരണം ഇന്നലെ മുഴുവൻ ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടു എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വാർത്ത വരുന്നത്. അപ്പോൾ ദൈവമില്ല, എനിക്ക് ഉറപ്പിക്കാം ദൈവമില്ല. ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് തന്നെ അർത്ഥം കുറേ നാൾ തിന്നുക, വളരുക, കുറേ കഴിയുമ്പോൾ ചത്തുപോവുക, അത്രയേ ഉള്ളൂ. ജീവിതത്തിന് തന്നെ അർത്ഥം. ശരിക്കും ഒരു ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിന് എന്താ ഒരു നിറമുള്ളത്, ഈ ലോകത്തിന് ജീവിതം കൊണ്ട് തന്നെ അർത്ഥമുള്ളത്. ദൈവമുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളതും നമുക്കൊരു പ്രതീക്ഷയുള്ളതും ജീവിക്കാനും പല തെറ്റായ കാര്യങ്ങളെ അതിജീവിച്ച് അതിനെ തിരുത്തി ഒരു നല്ല ജീവിതം നയിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ദൈവമുണ്ടെങ്കിലല്ലേ. ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ നമ്മൾ ചത്തുപോകും. മറ്റു മൃഗങ്ങളെ പോലെയുള്ളൂ നമ്മൾ. കുറേ കഴിയുമ്പോൾ യുക്തിവാദികൾ ചിന്തിക്കുന്നവരൊക്കെ ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചൂടെ. ജീവിക്കുന്നിടത്തോളം കാലം അടിച്ചു പൊളി ജീവിക്കുക. തെറ്റും ശരിയും നമ്മുടെ മുമ്പിലില്ല. എന്താണോ നമുക്ക് വേണ്ടത് അത് നടപ്പിലാക്കുക. അത് തെറ്റിലൂടെ ആണെങ്കിലും കൊള്ളാം, ശരിയിലൂടെ ആണെങ്കിലും കൊള്ളാം. കാട്ടിലെ നിയമമാണ്, ആരോഗ്യമുള്ളവൻ അതിജീവിക്കാൻ ശേഷിയുള്ളവൻ അതിജീവിക്കും, അല്ലാത്തവൻ അതിജീവിക്കാൻ ശേഷിയുള്ളവൻ്റെ ഇരയായി മാറും. ഇതൊക്കെയാണ് കാട്ടിലെ നിയമം. അപ്പോൾ അത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പാലിക്കപ്പെടണമെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്താർത്ഥം? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും നിരാശയോടുകൂടി വൈഫിൻ്റെ വീട്ടിലെത്തി. വൈഫിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ ചിന്ത വീടിനെ വിറ്റതൊക്കെ ഇപ്പോൾ ആളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒറ്റ മനുഷ്യനെ വിറ്റത്തില്ല, പഴയ പോലെ തന്നെ കിടക്കുന്നത്. ഇതെന്ത് പറ്റി? ഒരു മരണം നടന്ന വീടായിട്ട് ഇവിടെ ആരെയും അറിയിച്ചില്ല, ഞങ്ങളെ മാത്രമേ അറിയിച്ചുള്ളൂ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. 1969 എൻ്റെ ജനനം. എൻ്റെ ജനനം നടന്നത് ഒറീസ സംസ്ഥാനത്തിൽ റോർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പപ്പായ്ക്ക് അവിടെ ആയിരുന്നു ജോലി. അപ്പോൾ അതുകൊണ്ട് അവിടെ ജനിച്ചു. അവിടെ ബാല്യകാലത്തിൽ അവിടെ പഠിച്ചു, അവിടെ വളർന്നു. അവിടെ പഠിച്ച് വളരുന്ന സമയത്ത് ഏകദേശം ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു പ്രായത്തിലാണ് പെട്ടെന്ന് എൻ്റെ ശബ്ദം അടഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. വർത്തമാനം പറഞ്ഞാൽ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. കോഴിക്കുഞ്ഞ് കരയുന്ന പോലെ കിയോ കിയോ എന്നുള്ളൊരു ആ ഒരു തരത്തിലുള്ളൊരു ശബ്ദം. ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചു. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ കളിയാക്കുക. പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ അധ്യാപകർ ചോദ്യം ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറഞ്ഞാൽ ഈ ശബ്ദം ഈ നിലയിലായതുകൊണ്ട് ക്ലാസ് മുറിയിൽ വലിയ ചിരി ഉണ്ടാകും, അധ്യാപകരും ചിരിക്കും. അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന അവസ്ഥയൊക്കെ എനിക്കുണ്ടായി. അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ അറിയാവുന്ന ഉത്തരമാണെങ്കിലും മിണ്ടാതെ നിന്ന് ഉത്തരം അറിയില്ല എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സാറന്മാരുടെ നിന്ന് തല്ലൊക്കെ വാങ്ങുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും വളരെ വേദനയുണ്ടായി. അവരെന്നെ അവിടെ ചികിത്സിക്കാൻ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാരെ കാണിച്ചു. ആ ഡോക്ടർമാരെ കാണിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് എൻ്റെ ഈ തൊണ്ടയ്ക്കെന്തോ ഒരു മുഴ പോലെ എന്തോ വളർന്നു വരുന്നുണ്ട്, അത് കുറേ കൂടെ വളർന്നാൽ ശബ്ദം പരിപൂർണ്ണമായിട്ട് അടഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ തൊണ്ടയിലെയും മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയും. ഓപ്പറേഷൻ ചെയ്താൽ ഒരു പക്ഷേ ശരിയാകും, അതിനും ഗ്യാരണ്ടി ഇല്ല. അതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പപ്പായും മമ്മിയും ശരിക്കും വിഷമിച്ചു. എന്നെ കൊണ്ട് ഈ നാട്ടിൽ വന്നു. എൻ്റെ പപ്പായുടെ പപ്പ, എൻ്റെ വല്യപ്പച്ചൻ, ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, പള്ളി ഭക്തനായിരുന്നു. അദ്ദേഹം ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 നേരവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുള്ളത് എൻ്റെ വല്യപ്പച്ചനെ. രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും. ഭക്ഷണത്തിന് മുമ്പ് അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥന എല്ലാവരെയും കൂടി പിടിച്ചിരുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അത് വൈകിട്ടത്തെയോ അങ്ങനെ തന്നെ. ആ നിലയിൽ ജീവിച്ച ഒരു വല്യപ്പച്ചനെ കണ്ട് ആണ് ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ വളർന്നത്. അപ്പോൾ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീയെ തൊണ്ടയൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പോകണ്ട, നീ മദ്ബഹായിക്കകത്ത്, പള്ളിയിലെ മദ്ബഹായിക്കകത്ത് ശുശ്രൂഷക്കാരനായിട്ട് പ്രവേശിക്കണം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായി. മോശയ്ക്ക് കരുത്തു കൊടുത്ത കർത്താവ് നിന്നെയും ബലപ്പെടുത്തും. അങ്ങനെ മോശയെക്കുറിച്ചും അങ്ങനെ ബൈബിളിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എന്നോട് ആദ്യം പറഞ്ഞിരുന്നത് വല്യപ്പച്ചനാണ്. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. കുഞ്ഞുനാളിൽ അവർ പപ്പ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. അപ്പോൾ ആ നിലയിൽ പപ്പ ജീവിച്ചു, ഞങ്ങൾ അതേ നിലയിൽ അങ്ങ് പോയി. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ പ്രാരംഭ പാഠങ്ങൾ വല്യപ്പച്ചൻ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വല്യപ്പച്ചൻ്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ഞാൻ പള്ളിയിലെ മദ്ബഹായിക്കകത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ശുശ്രൂഷയ്ക്ക് കയറി. ഏതാണ്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ശബ്ദം പഴയതിനേക്കാൾ ഭംഗിയുള്ള നിലയിലേക്ക് വരാനിടയായി. അതൊരു വലിയ മിറക്കിളായി, വലിയൊരു അത്ഭുതമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കാനായിട്ട് ദൈവം അവസരം തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള വിശ്വാസം, ആ നിലയിലൊരു ജീവിതം, അതൊക്കെയായി പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം. ചെറുപ്രായത്തിൽ ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നു. പള്ളിയിൽ കൃത്യമായിട്ട് പോകുക. വെളുപ്പിനെ അതിരാവിലെ പള്ളിയിൽ പോകും. ഈ കുർബാനയുള്ള സമയത്ത് കടുങ്കാപ്പി പോലും കുടിക്കാതെ രാവിലെ കുർബാനയ്ക്ക് പങ്കെടുക്കുക. അതെല്ലാം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോയി പള്ളിയിലെ ശുശ്രൂഷകളിൽ വളരെ താല്പര്യം കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പള്ളിയിലൊരു അച്ഛനാകണം, ഒരു പുരോഹിതനായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ നടത്തണം, നന്നായിട്ട് പ്രസംഗിക്കണം, ഇങ്ങനെ വലിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്ന നിമിഷമെന്ന് പറയുന്നത് അച്ഛന്മാരുടെ പ്രസംഗങ്ങളാണ്. അച്ഛന്മാർ പ്രസംഗിക്കുമ്പം ബൈബിളിലെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ അതൊക്കെ കേട്ടിരിക്കാൻ വലിയ സന്തോഷം. അങ്ങനെ ഒരു പ്രസംഗകനൊക്കെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ബാല്യപ്രായത്തിൽ ഇങ്ങനെ പപ്പായും മമ്മിയും പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ പതിയെ നാട്ടിൽ താമസമാക്കി, നാട്ടിൽ പഠിത്തം തുടങ്ങി, അങ്ങനെ വളരാൻ തുടങ്ങി.
ഒരു ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാ ശനിയാഴ്ചയും സഹോദരിമാരുടെ ഒരു പ്രാർത്ഥന പള്ളിയുടെ ചുമതലയിൽ നടത്തി വരാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടൊരു ഉപദേശി, പ്രായം ചെന്നൊരു ഉപദേശി വരും. അദ്ദേഹമാണ് അതിനെ നിയോഗിക്കപ്പെട്ട ആൾ. ഈ പള്ളിയിൽ ഈ സഹോദരിമാരുടെ പ്രാർത്ഥനയാണെങ്കിലും ഞാനതിൽ പങ്കെടുക്കും. എനിക്ക് വലിയ ഇഷ്ടമായി പ്രസംഗം കേൾക്കുന്നത്. അന്ന് ഈ ഉപദേശി വന്നില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ്. ഉപദേശി എത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചി പറയാം, എടാ നീയേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ആണായിട്ടിരിക്കുന്നത്, നീ എഴുന്നേറ്റൊന്ന് പ്രസംഗിക്കടാന്ന് പറഞ്ഞു. അമ്മച്ചി കാര്യമായിട്ട് പറഞ്ഞതൊന്നുമല്ല, അമ്മച്ചി ഒരു ജസ്റ്റ് അങ്ങനെ പറഞ്ഞതാണ്. കൊച്ചു പയ്യനാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു തമാശ രീതി പറഞ്ഞതാണ്. പക്ഷേ ഞാനതങ്ങ് സീരിയസ് ആക്കി. എനിക്കത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്നോട് അമ്മച്ചി ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് അതൊരു വലിയൊരു അവസരമായിട്ട് ഞാനങ്ങ് കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുക. ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തും ഈ കുഞ്ഞൻ പ്രസംഗങ്ങളൊക്കെ വരും, ചിന്തകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് പ്രസംഗിക്കാം എന്നൊക്കെ ഞാനും അങ്ങ് ആഗ്രഹിച്ചു. ഇവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഞാൻ വേദപുസ്തകത്തിലൊരു വാക്യം എടുത്തു. ഞാൻ ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ച വാക്യം, പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വായിച്ച വാക്യം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലെ വാക്യമാണ്. ഏതാണ്ട് 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു പ്രായത്തിൽ ആ വാക്യം ഞാൻ കാണുന്നത്. മറ്റാരും അതിന് മുമ്പ് പ്രസംഗിച്ചൊന്നും കേട്ടിട്ടില്ല. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനെ ഞാൻ വരച്ച് കാണിച്ചിട്ട് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ എന്ന് പറയുന്നൊരു വാക്യമാണ്. ഞാനതിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അമ്മച്ചിമാർക്കത് വലിയ സന്തോഷമായി. ഒരിക്കലും ഒരു അടുക്കും ചട്ടയിലോ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴമറിഞ്ഞിട്ടൊന്നുമല്ല അതിനകത്ത് നിന്ന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കാണിച്ച ആ ഒരു താല്പര്യം, എൻ്റെ ആ ഒരു പെർഫോമൻസാണ് ഈ അമ്മച്ചിമാരെ ആകർഷിച്ചത്. അമ്മച്ചിമാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അമ്മച്ചിമാർ നേരെ ഇത് പള്ളിയിലെ അച്ഛനെ അറിയിച്ചു. അച്ഛനെ അറിയിച്ചിട്ട് പറഞ്ഞു, ഇവനെ വളർത്തണം, ഇവൻ നന്നായിട്ട് ബൈബിളൊക്കെ പ്രസംഗിക്കാനൊരു കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ അത് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച പള്ളിയിൽ കൂട്ടായ്മയുണ്ട്, പുരുഷന്മാരെല്ലാം കൂടെ കൂടുന്നൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്കകത്ത് നീ ഒരു 5 മിനിറ്റ് പ്രസംഗിക്കാൻ തയ്യാറായിട്ട് വരണം. എനിക്കൊരു ഇച്ചിരി ടെൻഷനും പേടിയൊക്കെ ഉണ്ടായി. എങ്കിലും അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇതിനു മുമ്പ് വിട്ടുപോയൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ വല്യപ്പച്ചൻ ഒരു ഭക്തനായിട്ട് നടന്നു. വല്യപ്പച്ചൻ കുറേ കഴിഞ്ഞപ്പോൾ പ്രായാധിക്യമായി പല രോഗങ്ങൾ കാരണം രോഗക്കിടക്കയിലായി. അങ്ങനെ ഒരു പ്രാവശ്യം രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് എന്നെ അടുക്കൽ വിളിച്ചുവിട്ട് പറഞ്ഞു, നിൻ്റെ അമ്മയോട് പറയണം ഇച്ചിരി ഇറച്ചി വേവിച്ചുകൊണ്ട് തരണം. ഈ കുക്കറൊക്കെ ഇറങ്ങിയ സമയം കുക്കറിനകത്ത് ഈ ഇറച്ചി വേവിക്കുമ്പം നന്നായിട്ട് വേകും. അതുകൊണ്ട് അപ്പച്ചൻ അങ്ങനെ ഇച്ചിരി ഇറച്ചി വേവിച്ചു കിട്ടും. അപ്പോൾ മമ്മിയോട് ഇത് പറഞ്ഞു. മമ്മി ഉടനെ തന്നെ ഇത് പാചകം ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു വിട്ടു. ഞാൻ സ്കൂളിലെ ചോറ് കൊണ്ടുവന്ന ചോറ്റുപാത്രം, ഈ തൂക്കുപാത്രത്തിന് അപ്പച്ചനുള്ള ഇറച്ചിയൊക്കെ വേവിച്ചുകൊണ്ട് അപ്പച്ചൻ്റെ അടുക്കൽ കൊണ്ട് കൊടുത്തു. അപ്പച്ചൻ അത് മേടിച്ചിട്ട് അതിലൊരു കഷ്ണമേ കഴിച്ചിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ നീ ഇങ്ങ് അടുത്തു വാ, യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് എന്നെ അടുക്കൽ പിടിച്ച് അവിടെ ഇരുത്തി. ആ വയ്യാത്ത കിടക്കയിൽ വയ്യാത്ത കൈകൊണ്ട് അപ്പച്ചൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രാർത്ഥിച്ചതെന്തോന്നൊക്കെയാണെന്നും എനിക്ക് ഓർമ്മയിലില്ല. പക്ഷെ പറഞ്ഞ വാക്കിതാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെടാ, നിന്നെ ദൈവം ഉപയോഗിക്കും. ഇത് വാസ്തവത്തിൽ വലിയ ഒരു ചലഞ്ചായിട്ട് അല്ലെങ്കിൽ വലിയൊരു വാഗ്ദത്തമായിട്ട് ഞാൻ ആ സമയത്ത് ഏറ്റെടുക്കാനേ. ഇതിനിടയ്ക്കാണ് ഈ അമ്മച്ചിമാർ പ്രസംഗിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത്. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ എന്നെ പള്ളിയിലെ പ്രസംഗിക്കാനായിട്ട് വിളിക്കുകയാണ്. ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാനൊരു പ്രസംഗമൊക്കെ ചെറിയ തോതിൽ തയ്യാറാക്കി പള്ളിയിൽ പോയി പ്രസംഗിച്ചു. ആ പ്രായമുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ വളരെ സന്തോഷമായി. അവരൊക്കെ എന്നെ ശുപാർശ പറഞ്ഞു, പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് തുടർന്ന് പള്ളിയിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ധാരാളം വരാൻ തുടങ്ങി. ഞാനും വളരെ ആവേശത്തോടെ ആ കാര്യത്തിൽ ഇൻവോൾവായി അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഇരിക്കവേ എനിക്ക് പ്രസംഗത്തിനുള്ള വേദികൾ കൂടിക്കൂടി വരാൻ തുടങ്ങി. ചുറ്റുപാടുള്ള ഞങ്ങളുടെ തന്നെ ബന്ധുക്കളൊക്കെ പോകുന്ന പള്ളികളിൽ അവിടെയുള്ള ആളുകളൊക്കെ എന്നെക്കുറിച്ച് കേട്ടിട്ട് അവരുടെ പള്ളികളിൽ അവരുടെ വീടുകളിലൊക്കെ പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനുമൊക്കെ വിളിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ജ്ഞാനായ യാക്കോബായ സമുദായം, അവിടെ സുവിശേഷകന്മാരുടെ ഒരു ടീം തന്നെയുണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനും പതിയെ ആ ടീമിൽ ഒരാളായിട്ടങ്ങ് മാറി. അങ്ങനെ ഇവരുടെ ടീം പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പലയിടങ്ങളിൽ പ്രസംഗിക്കാൻ പോവുക. അന്ന് ജ്ഞാനായ സമുദായത്തിൽ പ്രായമായിട്ട് നിന്നിരുന്ന ഉപദേശിമാരൊക്കെ എന്നെ പ്രസംഗിക്കാൻ പ്രോത്സാഹിപ്പിച്ചു, അവസരങ്ങൾ തന്നു. ചുരുക്കി പറയാമല്ലോ, ഈ പ്രസംഗിക്കാൻ അവസരങ്ങൾ കൂടിക്കൂടി വന്നപ്പം പ്രസംഗത്തിന് വിഷയം തയ്യാറാക്കണം. എനിക്കങ്ങനെ ബൈബിള് വലിയ പഠിത്തമൊന്നുമില്ല. അപ്പം ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം പെന്തക്കോസുകാരുടെ ലഘുലേഖകൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. പെന്തക്കോസുകാരുടെ ലഘുലേഖ ഒരു പ്രാവശ്യം കൈ കിട്ടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പം അതിനകത്ത് ഈ ഓരോ വാക്യങ്ങൾ ഇങ്ങനെ കണക്റ്റഡായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു ഒരു വഴിത്തിരിവായി. ഞാൻ ഈ പെന്തക്കോസ് ലഘുലേഖകളെ, പെന്തക്കോസുകാരുടെ അങ്ങനെയൊക്കെയുള്ള ലഘുലേഖകളൊക്കെ കിട്ടാവുന്നത്രയും കളക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് വായിച്ചിട്ട് ഞാൻ ആ വാക്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് ഞാൻ ഈ പ്രസംഗങ്ങൾ രൂപപ്പെടുത്തി ഒക്കെ പ്രസംഗിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറി. ചുരുക്കി പറയാവുന്ന സഹോദരങ്ങളെ, ആ പോക്ക് പതിയെ ബൈബിൾ പഠനത്തിലേക്ക് ആയി. അങ്ങനെ ബൈബിളിൽ ഓരോ താളുകളെടുത്ത് വായിക്കുക. അങ്ങനെ വന്നപ്പോൾ ചില കാര്യങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ആശയക്കുഴപ്പത്തിലായി.
ആശയക്കുഴപ്പത്തിലായി. ചെറുപ്രായം മുതൽ എനിക്ക് ഈ മനസ്സിനകത്ത് എനിക്ക് വ്യക്തതയില്ലാതെ വന്നാൽ, സംശയങ്ങൾ വന്നാൽ ആ വിഷയം അത് പറയുന്ന ആളിനോട്, പഠിപ്പിക്കുന്ന ആളിനോട് തന്നെ നേരിട്ട് ചോദിച്ച് അത് വ്യക്തമാക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അതിനെയും എൻ്റെ ചോദ്യം വിഡ്ഢിത്തരമാണെങ്കിലും ഞാൻ അത് ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയ 2-3 കാര്യങ്ങൾ ഇതുമായിട്ട് ഞാൻ എൻ്റെ പള്ളിയിലെ അന്ന് ഞങ്ങളുടെ പുരോഹിതനായിട്ടിരുന്ന ആളിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ഈ സംശയങ്ങൾ ചോദിച്ചു. അച്ഛൻ, എനിക്ക് ബൈബിളിൽ നിന്ന് കുറച്ച് സംശയങ്ങളുണ്ട്, അച്ഛൻ അതെനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. എന്താ വേണം നിൻ്റെ സംശയങ്ങൾ? ഞാൻ ബൈബിളിലെ ഓരോ സംശയങ്ങൾ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങി. അതിലന്ന് പ്രധാനമായിട്ട് ചോദിച്ച 1-2 സംശയങ്ങൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, പൗലോസ്ലിയുടെ ഒരു പാട്ടുണ്ട്, പൗലോസ്ലിയ ധന്യം ചൊൽകട്ടെ ദേവം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് പൗലോസിൻ്റെ ബൈബിളിലൊരു വാക്യമാണ്, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിനെതിരായി വാനിൽ നിന്നൊരു ദൂതൻ അറിയിച്ചാൽ താൻ ഏൽക്കും സഭയിൻ ശാപം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പൗലോസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അച്ഛനാകപ്പാടെ ആശയക്കുഴപ്പത്തിലായി. വീണ്ടും ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ പള്ളിയിൽ മദ്ബഹായിൽ, അത് വിശുദ്ധ സ്ഥലമാണല്ലോ, ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമായിട്ട് നമ്മൾ കാണുന്നൊരു മേഖലയാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന, അച്ഛനും ഞാനും ഉൾപ്പെടെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന്, യേശു ക്രിസ്തുവിലാണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്ന ആ ഇടത്തിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ മാമോദീസ നടക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങളെ മദ്ബഹായിൽ പ്രവേശിപ്പിക്കില്ല, ആൺകുഞ്ഞുങ്ങളെ മദ്ബഹായിൽ കൊണ്ടുപോയി ത്രോണോസിൽ മുത്തിക്കുന്ന രംഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ചോദ്യം. അപ്പോൾ അച്ഛന് എൻ്റെ അടുക്ക പറഞ്ഞു, നീ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ അങ്ങനെ പലതും കാണും. ഞാൻ പറഞ്ഞു, അച്ഛാ തീർന്നില്ല, വേറൊരു ചോദ്യം കൊണ്ട്. പൗലോസ്ലിയ പറയുന്നു, ഏതൊരു പുരുഷൻ്റെയും തല ക്രിസ്തുവാകും, ക്രിസ്തുവിൻ്റെ തല ദൈവമാകും, സ്ത്രീയുടെ തല പുരുഷൻ. ഇങ്ങനൊരു വാക്യമുണ്ട്. അപ്പോൾ ആ പുരുഷൻ തൻ്റെ തലയിൽ മൂടുപടം വെച്ച് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നെങ്കിൽ തൻ്റെ തലയായ ക്രിസ്തുവിനെ നിന്ദിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ തലയിൽ ഈ തൊപ്പി വയ്ക്കുന്നതും തിരുമേനി തലയിൽ മൂടുപടം വയ്ക്കുന്നതൊക്കെ തെറ്റല്ലേ? നിങ്ങൾ ഇതും വെച്ചോണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? വേദപുസ്തകത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതെവിടെയാടാ? ഞാൻ അച്ഛനെ ഈ വാക്യം എടുത്ത് കാണിക്കുമ്പോൾ അച്ഛൻ ഈ വാക്യം ശ്രദ്ധിക്കുന്നു. അതിന് അച്ഛൻ പെട്ടെന്ന് കണ്ടെത്തിയൊരു വഴി, ബൈബിളിൽ അങ്ങനെ പല കാര്യങ്ങളും കാണും. ബൈബിൾ പൂർണ്ണമല്ല, അതിൽ ഈ മാനുഷികമായ ഒത്തിരി പൗലോസിൻ്റേതായ ആശയങ്ങളുണ്ട്, പല മാനുഷിക ആശയങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ ഒരു പൂർണ്ണമായൊരു പുസ്തകമൊന്നുമല്ല. അതുകൊണ്ട് ആണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പാമ്പാക്കട പുസ്തകങ്ങൾ, മറ്റ് ആരാധനക്രമങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ ആരാധനക്രമങ്ങൾ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, എന്നിട്ട് അതേ നിലയിൽ മുന്നോട്ട് പോകാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ബൈബിളിൽ നിന്ന് സംശയങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ബൈബിൾ പൂർണ്ണമല്ലെന്ന് അച്ഛൻ തന്നെ പറയും. ഇപ്പം പിന്നെ ബൈബിളിന് പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നതിനാണ് അച്ഛൻ പ്രസക്തി കൊടുക്കുന്നതെങ്കിൽ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് ചില സംശയമുണ്ട്, അത് അച്ഛനൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ അതെന്താണ്? അച്ഛൻ കുർബാന മധ്യത്തിൽ പറയും, പിതാവും പുത്രനും പരിശുദ്ധരുമായുമല്ലാതെ പരിശുദ്ധനില്ല. അച്ഛൻ പറഞ്ഞ വാക്കാണ്. പക്ഷേ അതേ അച്ഛൻ തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ പറയുകയാണ്, പരിശുദ്ധ പരമല തിരുമേനിയുടെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇത്തിരി മുമ്പ് പറഞ്ഞത് പിതാവും പുത്രനും പരിശുദ്ധ റുഹായും അല്ലാതെ പരിശുദ്ധനില്ലെന്ന്. ഇപ്പോൾ പറയുന്നു പരിശുദ്ധ പരമല തിരുമേനിയുടെ നാമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ ഒന്നുകിൽ ആദ്യം പറഞ്ഞത് സത്യം, അല്ലേ ഇപ്പോൾ പറയുന്നത് സത്യം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ പോകും? പിതാവും പുത്രനും പരിശുദ്ധ റുഹായും അല്ലാതെ പരിശുദ്ധൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാർ പരിശുദ്ധന്മാരാണ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ നിലയിൽ അച്ഛനോട് ചോദിച്ചു. അങ്ങനെ 1-2 കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനാകെ ആശയക്കുഴപ്പത്തിലായി. ലാസ്റ്റിൽ അച്ഛൻ എന്നോട് പറഞ്ഞ മറുപടി, അല്ല മോനെ, നിൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, നീ ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് മറുപടി തരും എന്ന് പറഞ്ഞു. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മറുപടി കിട്ടാഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു. അച്ഛൻ ഈ മറുപടി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആ തിരിഞ്ഞുള്ള വരവും ജീവിതത്തിൽ ഏറ്റവും നിരാശയുള്ള നിമിഷമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിലൊരു അത്ഭുതമുണ്ടായി, ഒരു മിറക്കളുണ്ടായി, ഒരു ദൈവസാന്നിധ്യം ഞാൻ കണ്ടു. എൻ്റെ വല്യപ്പച്ചനെ തന്നെ പഠിപ്പിച്ചു. ഇതിനിടയ്ക്ക് എൻ്റെ വല്യപ്പച്ചൻ മരിച്ചുപോയി. അപ്പം വല്യപ്പച്ചനും പോയി. പക്ഷേ വല്യപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുകയും ബൈബിൾ എടുക്കുകയും പള്ളിയിലെ ശുശ്രൂഷകനായി മാറുകയും ഒക്കെ ചെയ്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ നിലയിൽ ഞാൻ ഈ ബൈബിൾ പ്രസംഗികനായിട്ട് മുന്നോട്ട് പോകുമ്പം ബൈബിളിലെ പല ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു കുട്ടി ഉപദേശിയായിട്ട് നടക്കുമ്പോൾ എന്നോട് ചില കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള എൻ്റെ ചില കൂട്ടുകാരായിട്ടൊക്കെ ഉള്ളവരുണ്ട്. ഇവരെന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എടീ, ആദമും ഹവ്വയും എവിടുന്നാണ് കല്യാണം കഴിച്ചത്? കായിന് 2 ആമക്കളെ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവർ കല്യാണം കഴിച്ചത് എവിടുന്നാണ്? അതെനിക്കറിയത്തില്ല എൻ്റെ ഉത്തരം. ആ നിലയിൽ കുറേ യുക്തിവാദികളുടെ കുറച്ച് ചോദ്യങ്ങൾ ഇതുമെല്ലാം എൻ്റെ തലയിൽ കിടക്കുകയാണ്. തിരിച്ചുള്ള വീട്ടിലേക്കുള്ള യാത്രയിൽ ഈ ചോദ്യങ്ങളെല്ലാം തലയ്ക്കകത്ത് കിടന്ന് പിടച്ചിട്ട് അവസാനം ഞാൻ ചിന്തിച്ചു, ഇതെല്ലാം വിഡ്ഢിത്തരമാണ്. എൻ്റെ കൂട്ടുകാർ പറയുന്നതാണ് ശരി, ദൈവം എന്ന് പറയുന്നൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ സാങ്കല്പികമാണ്, തട്ടിപ്പാണിത്. ഇതെല്ലാം അതുപോലെ തന്നെ ഈ ജ്ഞാനായ സമുദായത്തെക്കുറിച്ച് ഞാൻ കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുള്ളൊരു കാര്യം, ഇത് AD 345 അങ്ങ് ഉറഹായിൽ നിന്ന് കപ്പൽ കയറി കേരളത്തിൽ ഇന്ത്യയിൽ സുവിശേഷീകരണ ദൗത്യം ഏറ്റെടുത്ത് 72 കുടുംബക്കാർ വന്നു എന്നാണ് അവരുടെ പുരാണ ചരിത്രങ്ങളൊക്കെ ഉള്ളത്. അത് കേട്ടാൽ ഞാനൊക്കെ വളർന്നിട്ടുള്ളത്.
അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് സുവിശേഷ ദൗത്യം ഏറ്റെടുത്താൽ നമ്മൾ വന്നത്, പക്ഷേ ഇവിടെ സുവിശേഷം വിശ്വസിച്ച് ക്രിസ്തുവിലായിരിക്കുന്ന മർത്തോമാക്കാരനെയോ കത്തോലിക്കനെയോ യാക്കോബ വേറെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭക്കാരനെയോ കല്യാണം കഴിക്കാനോ നമ്മുടെ ഇടവകയിൽ ചേർക്കാനോ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാനോ നമ്മൾ തയ്യാറല്ല. അതെന്താ അങ്ങനെ? അപ്പോൾ അതിന് കുറേ അച്ഛന് കുറേ ന്യായങ്ങളുണ്ടായി. ഞാൻ പോയിട്ട് സുവിശേഷം പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ സുവിശേഷം അറിയിച്ചിട്ട് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളെ പ്രമാണിപ്പാനായിട്ട്, ഞാൻ നിങ്ങളെ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ, നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യരാക്കണം എന്നാണല്ലോ കർത്താവ് നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന. മത്തായിയുടെ സുവിശേഷം അവസാനമൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പബ്ലിക്കിൽ പോയി പബ്ലിക്കിനോട് സുവിശേഷം പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ല. ഒന്നിൽ കൺവെൻഷൻ സ്ഥലം, അല്ലെങ്കിൽ പെരുന്നാൾ സമയത്ത്, അല്ലെങ്കിൽ പള്ളിക്കകത്തൊക്കെയുള്ള സുവിശേഷം പ്രസംഗം. ഇനി പബ്ലിക്കിൽ എന്തുകൊണ്ട് ഈ സുവിശേഷം പറയാൻ പോകുന്നില്ല? ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഉള്ളവരെ ഈ പറയുന്ന പോലെ സ്നാനപ്പെടുത്തിയതിന് ശേഷം പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യത്വത്തിലേക്ക് നടത്തുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം എൻ്റെ അറിവിലില്ല, അച്ഛൻ്റെ അറിവിലുമില്ല ചൂണ്ടിക്കാണിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈ പറയുന്നതെല്ലാം വിട്ടിത്തരമല്ലേ? ഇതൊക്കെയായിരുന്നു അച്ഛനോടുള്ള ചോദ്യങ്ങൾ. എന്തായാലും ചുരുക്കി പറഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര നിരാശയും, പക്ഷേ അവസാനം ഞാൻ 1-2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ചില തീരുമാനങ്ങളിലെത്തി. ഇതൊക്കെ ശരിക്കും തട്ടിപ്പാണ്, ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്നതാണ് ശരി. ആ ഒരു ചിന്തയിലേക്ക് തിരിയാമെന്നുണ്ടെങ്കിൽ ഏത് ചോദ്യത്തിനും ഉത്തരം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ പിന്നീടുള്ള ജീവിതമായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ഒരു യുക്തിവാദി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള തലത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. ആ യാത്ര എനിക്ക് പിന്തുണ തരാനും എന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ചോദ്യങ്ങളുമായിട്ടുമൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ പലപ്പോഴും ഈ നാട്ടിലെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നവരും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നവരുമൊക്കെയാണ്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വങ്ങൾ അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, അതിൻ്റെ DYFIയുടെ പ്രവർത്തകർ, അവരൊക്കെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുക. വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ടായാൽ, നാട്ടിലെ റോഡ് പ്രശ്നമുണ്ടായാൽ, നാട്ടിലെന്ത് വിഷയമുണ്ടെങ്കിലും അവരങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുക. കർഷകർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുക, സംസാരിക്കുക. ഞാൻ പതിയെ അവരിലേക്ക് ആകൃഷ്ടനായി അവരോടൊത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ് അധികം നാൾ കഴിയാതെ ഞാൻ പലരോടും പറയാൻ തുടങ്ങി, നിങ്ങൾ ദൈവമായിട്ട് ആരെയെങ്കിലും കാണുന്നെങ്കിൽ ഇവിടുത്തെ കർഷക തൊഴിലാളികളെ കാണണം. അവരാണ് ഈ നാട്ടിലെ ജനത്തിന് അന്നം കൊടുക്കുന്നത്. ഈ നാട് നിലനിൽക്കുന്നത് അവരധ്വാനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെയാണ് നിങ്ങൾ ദൈവമായിട്ട് കാണേണ്ടത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോയി വണങ്ങുന്നെങ്കിൽ, നമസ്കരിക്കുന്നെങ്കിൽ, തൊട്ടടുത്തുള്ളൊരു കർഷക തൊഴിലാളിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ വണങ്ങൂ. അദ്ദേഹം പണിയെടുക്കുന്നതുകൊണ്ട്, അദ്ദേഹം വേർപ്പെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അരിയെത്തുന്നത്. ഇങ്ങനെയുള്ള തലത്തിലേക്ക് എൻ്റെ ചിന്തകളൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ പതിയെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറി. ചെറുപ്രായത്തിൽ തന്നെ SFIയുടെ പ്രവർത്തനം തുടങ്ങി, DYFIയുടെ പ്രവർത്തനം തുടങ്ങി. ആ മേഖലയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അറിയപ്പെടുന്ന നേതാക്കന്മാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് തന്നെ വളരാൻ തുടങ്ങി. എൻ്റെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ പ്രദേശത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായി. DYFIയുടെ കുറ്റൂർ പഞ്ചായത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് വളർത്തപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് വടക്കേണ്ടിയിൽ ജോലി കിട്ടി. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ യാത്ര ചെയ്ത് കുറേ കാലം കഴിഞ്ഞ് ഞാൻ വിവാഹിതനായി. ഈ വിവാഹത്തിനൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ പിറന്ന സമയമൊക്കെ ആയിക്കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ SSLC നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. ഹൈ സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു അന്ന്. നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. എൻ്റെ അധ്യാപകർക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. സ്കൂൾ തലങ്ങളിൽ പഠിക്കുമ്പോഴും എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ മുന്നിലായിരുന്നു. അത് സ്പോർട്സിലാണെങ്കിലും കയറി, NCCയിലാണെങ്കിലും കൊള്ളാം, കലാപരമായ കാര്യങ്ങളിലാണെങ്കിലും പടം വരയ്ക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംസ്ഥാന യോജനോത്സവത്തിൽ വരെ മത്സരിക്കാനായിട്ട് ഈ ജില്ലയെ പ്രതിനിധീകരിച്ച് പോകുന്ന അവസ്ഥകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കഴിവുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിവുകളിലൊന്നും എനിക്ക് ആകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ. ചുരുക്കി ഞാൻ അവസാനം ഒറ്റപ്പെടുന്ന പതിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. എൻ്റെ 4 വശവും സാമ്പത്തികമായ ഞെരുക്കങ്ങളും പല പ്രശ്നങ്ങൾ വളരാൻ തുടങ്ങി. ഓരോ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ ഞാൻ അതിനെ അതിജീവിക്കാൻ പുതിയ വഴി കണ്ടെത്തുക. അങ്ങനെ ഇതെല്ലാം എൻ്റെ ദേശത്ത് തന്നെ, കുറ്റൂർ പഞ്ചായത്തിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കുറ്റൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുമിക്കവാറും എല്ലാ ആളുകൾക്കും എന്നെ അറിയാം. കാരണം ഞാൻ ജീവിത പോരാട്ടങ്ങളിൽ ഇറങ്ങുമ്പോൾ ഒന്നിൻ്റെ മുമ്പിൽ മുട്ടുമടക്കരുതെന്നുള്ള നിലപാടെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഉപജീവനത്തിന് വേണ്ടി സാമ്പത്തികമായ ക്രൈസിസൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ചെയ്തിട്ടില്ലാത്ത തൊഴിലുകളില്ല. വിവിധ മേഖലകളിലേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ എൻ്റെ എല്ലാ മേഖലകളും പരാജയപ്പെടുക. ഓരോ ദിവസവും ഞാൻ അധ്വാനിക്കുന്നതിനും ഞാൻ ചെയ്യുന്നതിനും പണിയെടുക്കുന്നതിനൊന്നും ഒരു കണക്കും കഴിയുമില്ല. അതുപോലെ എല്ലാ ഇടങ്ങളിലും ഞാൻ എത്തിപ്പെടുമെന്ന് എൻ്റെ അധ്യാപകർ പ്രതീക്ഷിച്ച മേഖലകളുടെ 7 അയലോകത്ത് പോലും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവസാനം ചുരുക്കി ഞാൻ ഒരു ചെറിയ കച്ചവടക്കാരനായിട്ട് മാറി, വഴിയോര കച്ചവടം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്ന അവസ്ഥകളിലൊക്കെ വന്നു. ഇടയ്ക്ക് എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. 3 വയസ്സ്. എൻ്റെ മൂത്ത മകന്, 3 മക്കളിപ്പോൾ ഉണ്ട്. എനിക്ക് മൂത്ത മകൻ ആയിരുന്നു. അവന് അത് കഴിഞ്ഞ് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു മകളുണ്ടായി. അത് കഴിഞ്ഞിട്ടിപ്പോൾ എൻ്റെ മകൻ വലുതായി. അവനിപ്പോൾ 30 വയസ്സോളമായി. അവൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കൂടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു മകളും കൂടിയായി. അങ്ങനെ 3 മക്കളുണ്ട്.
ഈ മകന് 3 വയസ്സ് പ്രായമുള്ള സമയത്ത് ഇവന് തീപ്പൊള്ളൽ കരപ്പൻ എന്ന് പറഞ്ഞൊരു കരപ്പൻ വന്നിട്ട് കക്ഷവും നാവിയെല്ലാം പൊട്ടിയളിയുന്ന അവസ്ഥയുണ്ടായി. കക്ഷം നാവിയൊക്കെ ഇങ്ങനെ പൊട്ടിയളിഞ്ഞ് കുമ്പള പോലെ വന്നിട്ട് ഇങ്ങനെ പ്രയാസത്തിലായ സമയം ആ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ പപ്പായോടും മമ്മിയോടും ഒക്കെ അല്പം നീരസത്തിലായിട്ട് വേറൊരു താമസ സ്ഥലത്ത് വേറൊരിടത്ത് മാറി താമസിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരുന്നത്. കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മർത്തോമ സഭയിലെ ഒരു അച്ഛൻ്റെ ഭാര്യ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, കോഴഞ്ചേരി മാരാമണ്ണിനടുത്തായിട്ടാണ്. ആ അമ്മച്ചി ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ അമ്മച്ചി പ്രാർത്ഥിച്ചിട്ടേ മരുന്ന് കൊടുക്കുള്ളൂ, അത്ര ഭക്തയായിരുന്നു അമ്മച്ചി. ആ അമ്മച്ചിയുടെ അടുക്ക് കൊണ്ടുപോയി ഞങ്ങൾ കുഞ്ഞിനെ കാണിക്കാൻ തുടങ്ങി, മരുന്ന് കൊടുക്കാൻ തുടങ്ങി, നാളുകളോളം ചികിത്സിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ വൈഫിൻ്റെ വീടിന് മുകളിലൊരു കോളനിയാണ്. ഈ കോളനിയിലുള്ള ആളുകൾ അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെള്ളം കോരാൻ വരുന്നത് എൻ്റെ ഭാര്യ വീട്ടിൽ അവരുടെ കിണറ്റിൽ നിന്നാണ്. അപ്പോൾ വെള്ളം കോരാൻ ഇവർ വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവർ പറയും, കുഞ്ഞെ ഇത് നീ ഉദ്ദേശിക്കുന്ന കരപ്പനല്ല, ഇത് തീപ്പൊള്ളൽ കരപ്പന. അതും തീപ്പൊള്ളൽ കരപ്പൻ തന്നെ പല വകഭേദങ്ങളുണ്ട്. ഇത് അപകടം പിടിച്ച കരപ്പന. ഇത് വന്നിട്ട് ഒരു കുഞ്ഞും ഇന്ന് വരെ രക്ഷപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു, നിരാശയാണ്. എങ്കിലും വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ചുകൊണ്ട് വലിയ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇതിങ്ങനെ കൂടി വന്നതല്ലാതെ ഒരു ശമനവുമില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഡോക്ടർ തന്നെ പറയുകയാണ്, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോഴത്തേക്ക് കുഞ്ഞൊരു പരുവായി. ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിൽ പോയിരുന്നു. കുഞ്ഞ് ഏതാണ്ട് നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയിലായി. ഞാൻ എൻ്റെ ജീവിതത്തെ ശപിക്കാൻ തുടങ്ങി. കാരണം ഞാൻ ചെറുപ്രായത്തിൽ കർത്താവിനെ വിളിച്ചു ഒക്കെ പ്രാർത്ഥിച്ചു, നല്ല നിലയിലൊക്കെ സന്തോഷത്തോടെ വന്നെങ്കിലും പിന്നീട് നിരീശ്വരവാദം, യുക്തിവാദം, രാഷ്ട്രീയം അങ്ങനെ ആ നിലയിലേക്ക് പോയി. അതിനിടയ്ക്ക് എനിക്ക് പഠിക്കാനുള്ള കഴിവുകൾ വേറെ പല മേഖലകളിലും എനിക്ക് കഴിവ് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അത് അഭിനയ രംഗത്തുണ്ട്, നാടക ട്രിപ്പുണ്ട്, നാടകം മത്സരങ്ങളിൽ ഏർപ്പെടും, അതിന് സമ്മാനങ്ങൾ വാങ്ങുക, ചിത്രരചന, പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, കഥയെഴുത്ത്, കവിതയെഴുത്ത്, ഇതിനൊക്കെ സമ്മാനങ്ങൾ ധാരാളം വാരിക്കൂട്ടിയിട്ടുണ്ട്. എല്ലാ പണിയും ചെയ്യും. ഒരു തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ എല്ലാ കഴിവുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ കഴിവുകൾ കൊണ്ടൊന്നും എനിക്ക് എങ്ങും എത്താൻ പറ്റില്ല. അതിൻ്റെ കൂടാണ് ഈ സാമ്പത്തിക ബാധ്യത ഒരു വശത്ത്, അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം ഒരു വശത്ത്, ഇപ്പുറത്ത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ട്, എൻ്റെ പപ്പായും മമ്മിയും ജ്യേഷ്ഠനും പെങ്ങളും എല്ലാം അവരൊരു സൈഡിൽ, ഞാൻ ഒറ്റപ്പെട്ട് മറ്റൊരു സ്ഥലത്തിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥ. ജീവിതം അവസാനിപ്പിക്കണം എന്ന് തന്നെ ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമം നടത്തിയ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. അവിടെയൊക്കെ പരാജയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ്, കുഞ്ഞും എൻ്റെ വൈഫും കൂടെ അവരുടെ വീട്ടിലായിരുന്നു. ഒരു ദിവസം പോയിട്ട് അവിടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ എന്നോട് പറയുക, എടാ നീ ഇന്ന് വീട്ടിൽ പോകണ്ട, കുഞ്ഞ് നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ആ അവസ്ഥയിലാണ് 3 ദിവസമായിട്ട് ഇങ്ങനെ സ്പൂണിലിങ്ങനെ ചെറിയത്തിങ്ങനെ ചുണ്ടത്ത് വെള്ളം വെച്ച് കൊടുക്കുകയുള്ളൂ. അവൻ അനങ്ങത്തിൽ ഇങ്ങനെ കിടക്കുക, കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുക. അപ്പം ഇവനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് മടി, കാരണം ഭയങ്കര ആക്റ്റീവായിരുന്നു. കുഞ്ഞു പ്രായത്തിൽ ഇവൻ നല്ല ഓടിച്ചാടി നല്ല പ്രസരിപ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് താങ്ങാൻ കഴിയാത്ത, പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെ മൊത്തത്തിൽ തകർന്നു പോയൊരു സ്ഥിതി, ഇതെല്ലാം കൂടെ ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ വന്നിട്ട് ഞാൻ, നിങ്ങൾ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീടെന്ന് പറയാൻ പറ്റത്തില്ല, പപ്പായും മമ്മിയൊക്കെ ആയിട്ട് മാറി ഞാൻ വേറെ, എനിക്ക് പപ്പ അതും വാദിച്ചു മേടിച്ച വീതം, ആ വീതത്തിനകത്ത് ചെറിയൊരു ഓല ഷെഡ് വെച്ച് എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി വെച്ച് തന്നൊരു ഓല ഷെഡ്. ആ ഓല ഷെഡാണെങ്കിൽ ചോർന്നൊലിച്ചൊരു പരുവായിക്കൊണ്ടിരിക്കുക. ആ ഓല ഷെഡിനകത്ത് ഞാൻ വന്നിരിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ വാർത്ത എന്തെങ്കിലും കേൾക്കും. അപ്പോൾ ഞാനും പുറത്തെങ്കിലും പോകാതെ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഒരു സന്ധ്യയ്ക്ക് ഒരു 7:30-8 മണിയായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഹിന്ദുവാണ്, എൻ്റെ അടുത്ത സ്നേഹിതനാണ്, എൻ്റെ പാർട്ടി പ്രവർത്തകനാണ്, എൻ്റെ സഖാവാണ്, നമുക്കൊക്കെ ഒരു ആവശ്യം വന്നാൽ ഓടി വന്ന് ഞങ്ങളുടെ കൂടെ പൂർണ്ണ പിന്തുണ തന്ന് കൂടെ നിൽക്കുന്ന കുറേ സഖാക്കന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സഖാവാണ്. അപ്പോൾ ഈ സഖാവ് വന്നിട്ട് എന്നോട് ചോദിച്ചാൽ കുഞ്ഞിനെങ്ങനുണ്ട്? ഞാൻ പറഞ്ഞു, എന്ത് പറയാനാ സഖാവേ, കുഞ്ഞ് നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല, അതാണ് അവസ്ഥ, അതുകൊണ്ട് ഞാൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. ഇതിനോട് ഒരു കാര്യം കൂടി പറയട്ടെ, ഈ എല്ലാ വശത്തുനിന്നും ഒറ്റപ്പെട്ട് തകർന്നപ്പോൾ പൊതുവേ സാധാരണ മനുഷ്യൻ ആശ്വാസം കണ്ടെത്താനും സന്തോഷിക്കാനും ഒരിത്തിരി സമയം കണ്ടെത്തുന്നത് മദ്യപാനത്തിലും സിഗരറ്റ് വലിയിലും അതുപോലെയുള്ള ലഹരി വസ്തുക്കളിലുമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാനും അതേ അവസ്ഥയിൽ തന്നെ പോകേണ്ടി വന്നു. മദ്യപാനം പതി എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി. പുകവലി, പ്രത്യേകിച്ച് ഒരു പാർട്ടി പ്രവർത്തകനും കൂടി ആയിക്കഴിഞ്ഞപ്പം ഇക്കാര്യത്തിനൊക്കെ വേണ്ടുന്ന പ്രോത്സാഹനത്തിന് മദ്യപാനം മാത്രമുള്ള അന്ന് പാർട്ടി വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അതും പാർട്ടി മേഖലകളിൽ അത് മാറി. ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും കള്ളുപിടിക്കുന്ന രീതിയായി. മദ്യപിക്കുന്ന പണ്ട് പാർട്ടിക്കാർ രഹസ്യമായിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ പുകവലി, മുറുക്കാൻ തിന്നുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ മുന്നിലായി. അപ്പോൾ ഞാൻ ഈ ശീലങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു സിഗരറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കുഞ്ഞിനെങ്ങനെയുണ്ട്? കുഞ്ഞ് നേരം വെളുപ്പിക്കും തോന്നുന്നില്ല, അതാണ് അവൻ്റെ അവസ്ഥ, അതാണ്. ഞാനതുകൊണ്ട് എങ്ങും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നേരം ഇതിങ്ങനെ കേട്ടിട്ട്, എൻ്റെ ചെറുപ്രായം മുതൽ അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, സഹോദരനാണ്. ഇപ്പം പുള്ളി വിശ്വാസിയായിട്ടോ, അന്ന് ഹിന്ദുവായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തെ ഈ പാർട്ടി കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് വന്ന് ചോദിച്ചിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ കുഞ്ഞിൻ്റെ വിവരങ്ങൾ അറിയുകയാണ്, ക്ഷേമാന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞൊരു മറുപടി, എടാ നിനക്കാരോ എന്തോ കാര്യമായിട്ട് ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് കൂടോത്രമോ? അതെന്തുവാ കൂടോത്രം? അല്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്, അത് നമ്മളെ നശിപ്പിക്കുന്നത്. ഞാൻ ചേട്ടാ, ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല, പിന്നെ അന്ന് കൂടോത്രം.
അങ്ങനെ ഒരു അദൃശ്യ ശക്തി ഉണ്ടോ, നീ എന്ത് വിഡ്ഢിത്തരമാണ്, നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് പറഞ്ഞ് ഞാൻ ഇവനോട് തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവനെ തുറന്ന് പറയാൻ തുടങ്ങി, എടാ സംഭവം ശരിയായ കമ്മ്യൂണിസ്റ്റുകാരനാ ദൈവം ഇല്ലെന്നൊക്കെ നമ്മളെല്ലാവരുടെയും മുമ്പിൽ പറയുമെങ്കിലും ഇതൊക്കെ ഉള്ളതാണ്, ഇങ്ങനെ ചില ശക്തികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില അനുഭവങ്ങൾ എന്നോട് സാക്ഷ്യത്തിനായിട്ട് പറഞ്ഞു. അവരുടെ വീട്ടിൽ പണ്ട് ഈ ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങൾ എന്നോട് സാക്ഷ്യത്തിനായിട്ട് പറഞ്ഞു. പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ചില കൂടോത്ര സംഭവങ്ങളൊക്കെ വരികയും ആ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചില വിഷയങ്ങളുടെ കാരണങ്ങൾ അവർ തേടിപ്പോയപ്പോൾ അത് ഇന്നാര് കൂടോത്രം ചെയ്താണെന്ന് അറിയുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണല്ലോ, അപ്പം ഞാൻ എതിർക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ കുറച്ച് നേരം കേട്ടിട്ട് ഞാൻ ചോദിച്ചോടാ, ഞാൻ ഒരാളെയും ഉപദ്രവിക്കാനും പോകുന്നില്ല, പറ്റുമെങ്കിൽ പരമാവധി എല്ലാവർക്കും നന്മ ചെയ്യാൻ. അത് അദ്ദേഹവും പറയുന്നൊരു കാര്യം, ഏത് രാത്രിയിൽ ആരുടെ ആവശ്യത്തിന് ഓടി വരുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇന്ന് വരെ ഈ നാട്ടിൽ എല്ലാവർക്കും ഗുണമേ നന്മയെ ചെയ്തിട്ടുള്ളൂ, പിന്നെ എനിക്ക് ആര് ദോഷം ചെയ്യാനാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു അങ്ങനല്ല, ആരെങ്കിലും ആകാം. അപ്പം എന്നിട്ട് അദ്ദേഹം അതിൻ്റെ പ്രവർത്തന ശൈലി പറഞ്ഞാൽ ചില ദേവീ ദേവന്മാരുടെയൊക്കെ പേര് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം അത് ഈ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ ഒരുപാട് പേര് ശ്രദ്ധിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അത്തരം ചില ദേവീ ദേവന്മാരുടെയൊക്കെ അടുക്കൽ ചെന്ന് എൻ്റെ നാളും പേരും ഒക്കെ പറഞ്ഞൊരു അർച്ചനയോ നേർച്ചയോ ഒക്കെ കൊടുത്തിട്ട് എനിക്കെതിരെ ചില പ്രയോഗങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇവർ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ദോഷം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സാമ്പത്തികം തകരുന്നത്, എൻ്റെ ഭാവി തകരുന്നത്, എൻ്റെ വിദ്യാഭ്യാസം തകരുന്നത്, എനിക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണെന്ന് ഇദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എടാ ഈ ഒരാളുടെ പേര് പറഞ്ഞൊരു 100 രൂപയും കൊടുത്ത് ചിന്നാളിനെ പോയി ഉപദ്രവിച്ചേക്കണം എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ദേവിയോ ദേവനെയോ ഏതെങ്കിലും ഒരു ശക്തിയെ അവിടെ അടുക്കൽ ഒരാൾ ചെന്ന് പറയുകയും അത് വാങ്ങിയിട്ട് അതും കേട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഉപദ്രവിക്കാൻ ഇറങ്ങി വരുന്ന ആളിനെ ദേവിയെന്നോ ദേവനെന്നോ ഒക്കെ പറയാൻ പറ്റുമോ, പക്കാ ഗുണ്ടയെന്നല്ലേ വിളിക്കേണ്ടത്, അവരെയൊക്കെ ദൈവമെന്ന് വിളിക്കാൻ പറ്റുമോടാന്ന് ചോദിച്ചു. ഉടനെ ഇവൻ എന്നോട് പറയുന്നത്, നീ ഇങ്ങനെ മുട്ടാത്തർക്കം ഒന്നും പറയുന്നത്, നിൻ്റെ ഈ മുട്ടാത്തർക്കം ഏറ്റവും വലിയൊരു പ്രശ്നം, ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, നീ അതിനെ യുക്തിപരമായിട്ടൊക്കെ നേരിടുന്ന രീതി മാറ്റണം, നീ എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ, ഒരു 10 മിനിറ്റത്തെ യാത്രയുള്ളൂ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്കെതിരെ ആരാ ക്ഷുദ്രപ്രയോഗം ചെയ്തത് ഞാനൊന്നും അങ്ങോട്ട് പറയണ്ട, ആൾ തന്നെ ഇങ്ങോട്ട് മുഴുവൻ പറഞ്ഞോളും, എന്നിട്ട് പരിഹാരവും പറഞ്ഞുതരും, അപ്പോൾ നിനക്ക് വിശ്വാസമാവും. അപ്പോൾ ഞാൻ ഒരു നിമിഷം നിന്നു. ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചോടാ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ശക്തികളുണ്ടെങ്കിൽ ഇതിനെതിരെ ഒരു നല്ല ശക്തി എപ്പോഴും കാണുമല്ലോ, തിന്മയ്ക്ക് എതിരെ നന്മ, എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, ശരിയുണ്ടെങ്കിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ശരിയുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ്. അപ്പോൾ ഇത്തരം ക്ഷുദ്രശക്തികൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അതിനെതിരെ ഒരു നല്ല ശക്തി കാണത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ശക്തിയെ ആയിരിക്കത്തില്ല എല്ലാവരും ദൈവമെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്ക പോയാൽ പോരെ എന്ന് ഞാൻ ഇവനോട് ഒരു തർക്കത്തിന്, ഒരു ലോജിക്കിന്, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലിയിൽ ഇവനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ദൈവമുണ്ട്, ഇനി മാറ്റമൊന്നുമില്ല, പക്ഷേ ദൈവം എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നില്ല, ചില നാഴിക ചില വിനാഴികയുണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ശക്തികൾ അങ്ങനെയല്ല, ഏത് സമയത്തും പ്രവർത്തിക്കാം. ചാരായമോ അവരാവശ്യപ്പെടുന്ന സംഗതി കൊടുത്താൽ മതി, ഏത് സമയത്ത് വേണമെങ്കിലും അത് പ്രവർത്തിക്കും. പക്ഷേ ഈ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ചില നാഴികയും ചില വിനാഴികയൊക്കെ ഉണ്ട്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു ന്യായം. ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ആളിനെ എങ്ങനെ ദൈവത്തിൻ്റെ കസറയിരുത്തുന്നത്? ഞാൻ എന്നിട്ട് എൻ്റെ ഭാവന പറയാം, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം. ഈ നാഴികയും വിനാഴികയും കാലവും നേരവും നോക്കി മാത്രമേ പ്രവർത്തിക്കാൻ കഴിവുള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കസറയിൽ ഇരുത്താൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇവനെ കളിയാക്കി. അപ്പോഴാണ് ഇവനോട് നീ മുട്ടാത്തർക്കൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ചെറുപ്രായത്തിലെ പള്ളിയിലൊക്കെ ഞാൻ ഈ പ്രസംഗിച്ചിട്ടുള്ള വചനങ്ങൾ, വേദപുസ്തക വചനങ്ങളൊക്കെ എൻ്റെ ഉള്ളത്തിൽ പതിയെ വരാൻ തുടങ്ങി. അതിന് ആ സമയത്ത് വന്നൊരു വാക്യമാണ്, ദൈവം ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല, മിന്നൽ പോലെ മറുപടി അയക്കുന്നു, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സദാ ജാഗരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അവിടെ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിക്കുന്നത്. എല്ലാ സമയത്തും ഭക്തന്മാർക്ക് വേണ്ടി ജാഗരിക്കുന്നൊരു ദൈവം, ഉറങ്ങാത്തൊരു ദൈവം, ഉറക്കമില്ലാത്തൊരു ദൈവം, തൻ്റെ ജനത്തെ ഏത് സമയത്തും പരിപാലിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ ബൈബിളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ദൈവത്തെ അന്വേഷിച്ചൂടെ എന്നിട്ടാട്ടെ എന്ന് ഞാൻ ഇവനോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇവരെൻ്റെയൊക്കെ പറഞ്ഞത്, അതിന് എന്തായാലും ആട്ടെ, നമ്മുടെ കുഞ്ഞ് സുഖമൊക്കെ ആയതിന് ശേഷം നീ ദൈവത്തെ അന്വേഷിച്ചു, ഇപ്പം നീ എന്നോട് വാ. അത് നിർബന്ധം കൂടിയപ്പോൾ ഞാനും പിന്നെ നിർബന്ധിച്ച് അതിനോട് പറഞ്ഞു, എന്തായാലും ഇന്ന് രാത്രി വരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ പോകും. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഈ ദൈവത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുകയുണ്ട്. പക്ഷേങ്കിൽ ഈ ബൈബിളിലെ പല കാര്യങ്ങളും എന്നെ ദൈവത്തെ പരിചയപ്പെടുത്തി തന്ന എൻ്റെ ആത്മീയ ഗുരുക്കന്മാർക്കും ഇത് തമ്മിൽ പൊരുത്തപ്പെടാത്ത പല കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പുറമോട്ട് മാറിയത്, യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് നീ തറപ്പിച്ച് പറയുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ദൈവത്തോട് സംസാരിക്കാൻ പോവാം. അതിന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവമാകട്ടെ, ഏത് ദൈവമായിക്കോട്ടെ, ഞാനൊരു ദൈവത്തോട് സംസാരിക്കാൻ പോവാം. ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ആ ദൈവത്തോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവത്തോട് സംസാരിച്ച് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാണ്.
അപ്പോൾ ഇവൻ എന്നോട് പരീക്ഷണമൊക്കെ നമുക്ക് പിന്നെ മതി എന്നൊക്കെയുള്ള തരത്തിൽ നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ കുഞ്ഞിനെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. കാരണം വൈകിട്ട് ഞാൻ ചെന്നിട്ട് ഈ ഒരു സ്ഥിതിയിലാണ്. നാളെ നേരം വെളുപ്പിക്കുകയാലെന്നാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുഞ്ഞിനെക്കാട്ടിൽ തിരിച്ചു കിട്ടുക എന്നുള്ളതിനെക്കാട്ടിൽ എനിക്ക് പ്രധാനം ശരിക്കും ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാമെന്നുള്ള. ഇന്ന് രാത്രി ഞാൻ ആ ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതിൻ്റെ പേരിൽ കുഞ്ഞ് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ. ഇനി മരിച്ചില്ല, കുഞ്ഞ് ഇതേ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ നാളെ നീ വിളിക്കുന്നിടത്ത് ഞാൻ വരാം. ഇന്നൊരു ദിവസം ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കാം, നാളെ നീ വിളിക്കുന്നിടത്ത് വരാമെന്ന് പറയും. അപ്പോൾ ഇവനൊന്നും മിണ്ടില്ല. ശരി, നിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവനോട് ഒരു കാര്യം ചോദിച്ചടാ, ഞാൻ ഇന്ന് ദൈവത്തോട് ദൈവം എക്സോർവൈ ആരും ആയിക്കോട്ടെ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുകയും എനിക്കൊരു ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ ആ ഒരു ദൈവത്തെ സ്വീകരിക്കാൻ നീ എൻ്റെ കൂടെ കാണുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചലഞ്ച് അവൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ അവനുടനെ ക്ഷയിക്കാൻ തന്നിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് നിൻ്റെ കൂടെ ഞാനും ഉണ്ടാകൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പിരിഞ്ഞു. ഞാൻ എൻ്റെ മുറിയിൽ വീണ്ടും ഒറ്റയ്ക്കായി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഏത് ദൈവത്തോട് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ബൈബിള് നേരത്തെ തന്നെ മാറ്റിവെച്ചതാണ്. കാരണം ബൈബിളിനകത്ത് പറയുന്നതൊന്നും ശരിയല്ലെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റിവെച്ചു. അപ്പോൾ ഞാനിരുന്നുകൊണ്ട് ദൈവം അങ്ങുണ്ടോ, എന്നെ അവിടെ നിന്ന് സൃഷ്ടിച്ച് അങ്ങനെ ഒരു ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. എനിക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ, ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു തരത്തിലും എനിക്ക് ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശബ്ദം മാറി അത് സ്വാഭാവികമായിട്ട് അങ്ങ് സുഖപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് വാദിച്ച് നിൽക്കാം. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. ഇതിനെ ഇപ്പോൾ ഡോക്ടർമാർ തന്നെ വൈദ്യന്മാർ തന്നെ തള്ളിയിരിക്കുന്നൊരു കേസ് കേട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞിനെ നീ കുഞ്ഞിനെ സൗഖ്യമാക്കി തന്ന ദൈവം ഉണ്ടെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കാം. എൻ്റെ കുഞ്ഞിന് യാതൊരു സൗഖ്യവും കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ഫൈനലി ആയിട്ട് ദൈവമില്ലെന്ന് അങ്ങ് ഉറപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ ഉറപ്പിക്കുക മാത്രമല്ല, പിന്നീടുള്ള എൻ്റെ ജീവിതം മുഴുവൻ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റിവെക്കും. കാര്യം എൻ്റെ ഒരുപാട് ബന്ധുക്കൾ ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഒരുപാട് പണം ചിലവഴിച്ച് ഒരുപാട് സമയം കളയാറുണ്ട്. ശേഷം ഞങ്ങളുടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ ഈ പെരുന്നാളുകൾക്കൊക്കെ എത്ര ലക്ഷം രൂപ ചിലവാക്കുന്നത്. നോയമ്പുകൾ ഇപ്പുറത്ത് ബന്ധക്കോസുകാരോട് നമുക്ക് താല്പര്യമില്ല. പിന്നെ ബന്ധക്കോസുകാരാണെങ്കിലും കൺവെൻഷനെ കാര്യങ്ങൾ ഇതുമാത്രം കാശാണ് മുടക്കുന്നത്. ശരിക്കും ദൈവം ഇല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ അല്ലേ, ഈ അധ്വാനിക്കുന്ന പണമല്ലേ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഈ അധ്വാനിക്കുന്നവന് വേണ്ടി ചിന്തിക്കുന്നൊരു മനസ്സെനിക്കുള്ളതുകൊണ്ട് അധ്വാനിക്കുന്നവൻ്റെ അധ്വാന ഫലം വൃഥാ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് ഈ ദൈവങ്ങളും മതങ്ങളും നിമിത്തവും ഈ നാട്ടിലുണ്ടാകുന്നതെന്ന് അത് തന്നെയല്ല മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്നത് ഒരു പ്രധാന ഘടകവുമായിട്ട് ഇവർ മാറുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവമില്ല എന്ന് ബോധ്യപ്പെടുത്തി ഇവരെയൊക്കെ ആ കെണിയിൽ നിന്ന്, ആ ചൂഷണ വർഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കും എന്നായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ അടുത്തൊരു ചോദ്യം ഞാൻ തന്നെ ചോദിക്കുന്നതാണ്. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു ദൈവം തന്നെ ചോദിപ്പിക്കുന്നതാണെന്ന്. എൻ്റെ ചോദ്യം, ദൈവം ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ കുഞ്ഞിന് സുഖം കിട്ടിയില്ല, ദൈവം ഇല്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കും. കുഞ്ഞിന് സുഖപ്പെട്ട് കിട്ടിയാലോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പിന്നെ എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയായിരിക്കും. കാരണം അനേകരെ യുക്തിവാദികളുടെ യുക്തിചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം മുട്ടിയിട്ട് ദൈവത്തെ നിഷേധിച്ച് യാത്ര ചെയ്യുക. അവർ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അങ്ങനെ ജാഗിക്കുക, തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞ് ജീവിക്കുക. ജീവിതത്തിൽ സമാധാനമില്ല. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ എനിക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഞാൻ നാളെ 4 മണിയാകുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടിൽ പോകും, അവനൊന്ന് ചിരിച്ച് കണ്ടാൽ മതി, ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ അറിഞ്ഞ് അതിൽ ഏത് ദൈവമാണേലും ആ ദൈവത്തെ സേവിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് യേശുക്രിസ്തു ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതാണോ ദൈവം ആ ദൈവം, അത് ആരാണോ ദൈവം ആ ദൈവം, അത് ഞാൻ തീരുമാനമെടുത്തു. ഇങ്ങനെ തീരുമാനമെടുത്ത് ആശ്വസിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ പണ്ട് ചെറുപ്രായത്തിൽ പള്ളിയിൽ ഞാൻ വായിച്ചിട്ടുള്ള വാക്യങ്ങളിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ഓടി വരിക. അത് ഈ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്, ഈ പാപിയുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല എന്ന്. അപ്പോൾ പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് ഈ ബൈബിൾ പറയുന്നു. ഇപ്പുറത്ത് ഞാൻ പറയുക ദൈവം ഇല്ലാഞ്ഞിട്ടാ പ്രാർത്ഥന കേൾക്കാത്തേ. അപ്പം അവൻ പറയാം അല്ല നീ പാപിയായതുകൊണ്ട് അതിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തേ. ഞാൻ പറയാം അല്ല ദൈവം ഇല്ലാഞ്ഞിട്ടാ പ്രാർത്ഥന കേൾക്കാത്തേ. അപ്പോൾ ഇതെങ്ങനെ സ്ഥിരീകരിക്കപ്പെടും? ബൈബിൾ തന്നെ പറയുന്നു എല്ലാവരും പാപികളാണ്, ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. അപ്പം പിന്നെ ആരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയപ്പെടുന്നത്? അപ്പോൾ പിന്നെ ഈ ദൈവത്തെ കൊണ്ട് എന്നാ പ്രയോജനം എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വീണ്ടും കത്തിക്കയറാൻ തുടങ്ങി. ഇതെല്ലാം രാത്രിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കത്തിക്കയറുമ്പോൾ വീണ്ടും ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ആ വാക്യം ഇങ്ങനെയാണ്, തൻ്റെ ലംഘനങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കും. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കും. അപ്പോൾ പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറയുന്ന അതേ ബൈബിൾ തന്നെ പറയുകയാണ്, ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞാൽ കരുണ ലഭിക്കും. വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കുറവുകൾ ഏറ്റുപറഞ്ഞാൽ നീതീകരിക്കപ്പെടും. നീതീകരിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ നീതിമാനാണ്. അങ്ങനെയാണെങ്കിൽ അതേ ബൈബിൾ തന്നെ പറഞ്ഞു, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്ന്. അപ്പോൾ പിന്നെ നീതിമാൻ്റെ പ്രാർത്ഥന ഫലിക്കുമെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഓരോന്ന് ഏറ്റുപറയാം, ഓരോ കുറവുകളും ഏറ്റുപറയാം. അപ്പോൾ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞ പ്രോമിസ് അനുസരിച്ച് ഞാൻ പിന്നെ പാപിയല്ല, നീതിമാനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നേ പറ്റുള്ളൂ,
എന്നിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പിക്കാമല്ലോ അങ്ങനെ സംഭവമില്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ എനിക്ക് ശരിയല്ല എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് തോന്നിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. വേറെ ആരോടും പറയുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറിയ കുടിലിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അപ്പനും അമ്മയൊക്കെ താഴെ പപ്പ പടിഞ്ഞ നല്ല വരയ്ക്കാത്ത അവർ കിടന്നുറങ്ങുന്നു. ഞാൻ എൻ്റെ ചെറിയ ഷെഡിനകത്ത് കറണ്ട് പോലും ഇല്ല. വിളക്കും പെട്ടത്ത് അത് കെടുത്തിയിട്ട് മുറ്റത്തിറങ്ങി അങ്ങനെ ഇരിക്കുന്നു. മുറ്റത്തിരുന്നുണ്ടായി ചിന്തകളെല്ലാം. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പതിയെ ചിന്തിച്ച് കുറേ നേരം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നവനല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുമെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ സംസാരിച്ചത് തെറ്റായിപ്പോയി. ഈ വ്യക്തിയോട് ഞാൻ ഇങ്ങനെ ഇടപെട്ടത് തെറ്റായിപ്പോയി. എൻ്റെ പപ്പായോട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി. എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി. ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പം ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്നൊരു വാക്യം, ദൈവം മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല, ദൈവം വസിക്കേണ്ട മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. എൻ്റെ ഈ ബോഡി ഇത് ഞാനുണ്ടാക്കിയതല്ല, എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് നിർമ്മിച്ചതുമല്ല, ഇത് ദൈവം നിർമ്മിച്ചൊരു ശരീരം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഒരു പുരുഷനായിട്ട് ഇങ്ങനെ ജീവിച്ച് നിൽക്കുന്നതെങ്കിൽ, ഞാനായിരിക്കുന്ന അവസ്ഥ എന്താണത് ദൈവം എന്നെ നിർമ്മിച്ചതാണെങ്കിൽ ദൈവത്തിന് വസിക്കേണ്ട മന്ദിരം ഇതാണ്. ദൈവം ഏതെങ്കിലും മാർബിൾ കെട്ടിടത്തിലല്ല ഇരിക്കുന്നത്, മറിച്ച് ഈ ശരീരത്തിനുള്ളിലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം ഇതാണെന്ന് ബൈബിൾ പറയുന്നെങ്കിൽ ഞാൻ ഓൾറെഡി ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനാണ്. കാരണം ഞാൻ വലിക്കുന്ന സിഗരറ്റിൻ്റെ കവറിൻ്റെ പുറത്തും ഞാൻ കുടിക്കുന്ന മദ്യത്തിൻ്റെ കുപ്പിയുടെ പുറത്തും അതുപോലെ ഉള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഒക്കെ പുറത്ത് ഗവൺമെൻറ് അത് നിർമ്മിക്കുന്നവർ തന്നെ പറയുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ ഈ ശരീരത്തെ ഹനിക്കുന്ന സംഗതി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് നിർമ്മിക്കുന്നവൻ ഇത് ഇങ്ങോട്ട് തരുമ്പോൾ അതിൽ കിട്ടുന്ന ലഹരിക്ക് വേണ്ടിയിട്ട് ഞാൻ പണം മുടക്കി അത് മേടിച്ച് കഴിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ശരീരത്തെ നശിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തോടല്ലേ ശത്രു? ഞാൻ വേറെ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, പകരം ഞാൻ ദോഷം ചെയ്യുന്ന മുഴുവൻ ദൈവത്തിനാണ്. അവിടെ ഞാൻ ആകെ കൺഫ്യൂഷനായി. കാരണം ഞാൻ പലപ്പോഴും ഇത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം നിർത്താനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. എല്ലാ ഡിസംബർ 31 തീരുമാനിക്കും ഇനി അടുത്ത വർഷം മുതൽ ഉപയോഗിക്കത്തില്ല, ഇനി ഞാൻ മേലാൽ മുറുക്കാൻ തിന്നുകയില്ല, എന്നൊക്കെ തീരുമാനമൊക്കെ എടുക്കും. ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നും ഇത് തിന്നായിരുന്നിട്ടെന്താ കാര്യം, തിന്നാലും ചാകും തിന്നില്ലെങ്കിലും ചാകും, എന്നാൽ പിന്നെ കഴിച്ചുകൊണ്ട് ചാകരുത് എന്നുള്ള ന്യായീകരണത്തിലേക്ക് വന്നിട്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പ് എന്തുമാത്രം ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ നിലയിലാണ് കുറേ വർഷങ്ങൾ ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ അന്ന് രാത്രി ഞാൻ മുറ്റത്തിരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ദൈവം എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ എന്നിലെ ഈ ഒരു കുറവ് ബൈബിൾ പറയുന്നത് ശരിയാണെങ്കിൽ, ബൈബിളിൽ പറയുന്നത് ഒരു ദൈവവചനമാണെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കുകളാണെങ്കിൽ ഞാൻ ശരിക്കും ഈ ശരീരത്തെ നശിപ്പിക്കുന്നതിന്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിന്നോട് തന്നെയാണ് ഞാൻ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. ഞാൻ ശ്രമിക്കാം, പക്ഷേ എനിക്ക് കഴിയാറില്ല, ഞാൻ പലപ്പോഴും നിർത്താറുണ്ട്. പക്ഷേ അതെനിക്ക് പറ്റുമോ? എനിക്കങ്ങനെ ക്രമീകരണം പ്രാപിച്ചാകാൻ പറ്റുമോ? എനിക്കങ്ങനെ ആകാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ ഞാൻ വിശ്വസിച്ചാലും ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വേറൊരു വാക്യം കൂടി ഓർമ്മയിൽ വന്നു. ആ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഒരിക്കലും ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ നിയമമെങ്കിൽ എങ്ങനെ സ്വർഗ്ഗത്തിൽ? കുറേ നിയമങ്ങളുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചെറിയ പ്രതീക്ഷ. ഞാൻ പറഞ്ഞു ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ അവിടുന്ന് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കിഴക്കുവശത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി വേണം പ്രാർത്ഥിക്കാൻ നോക്കിയാൽ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാരും എൻ്റെ പിതാക്കന്മാരും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. കിഴക്കാണോ ഇരിക്കുന്നത്, തെക്കാണോ ഇരിക്കുന്നത്, വടക്കാണോ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം അവിടുന്ന് കേൾക്കണം, എൻ്റെ കുഞ്ഞിനൊരു മാറ്റം വരുത്തി തരണം. ഈ പറയുന്ന കുറവുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോന്ന് എണ്ണി പറയാം. അതിൻ്റെ കുറവുകൾ നീ ക്ഷമിച്ചു തരണം, ഏറ്റു പറഞ്ഞാൽ ക്ഷമിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചു കഴിയുമ്പോൾ പിന്നെ ഞാൻ നീതിമാനായി. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നോട് പ്രാർത്ഥിക്കുമ്പം തരാതിരിക്കാൻ ഒക്കത്തില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് മടക്കി തരണം. അങ്ങനെ ഉള്ള ഡിമാൻഡുകൾ വെച്ചു ഞാൻ. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അവിടെ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് മാത്രം എനിക്കൊരു കൺസെഷൻ തരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പം ഈ വാക്യം എന്നെ കൂടുതൽ ഉത്സാഹിപ്പിച്ചു. ദൈവമേ, എനിക്ക് അസാധ്യമാണ്, പക്ഷേ അവിടെ നിന്ന് എന്നെ സഹായിച്ചാൽ ഞാൻ ആ വസ്തുവകകളെല്ലാം വിട്ട് അങ്ങേക്ക് വിശുദ്ധമായി തന്നെ ഈ മന്ദിരത്തെ സൂക്ഷിക്കാൻ ഞാൻ തയ്യാറാകാം. അതുകൂടി ഞാൻ ദൈവത്തോട് പ്രോമിസ് ചെയ്തു. എന്നിട്ട് ഞാൻ കയറി കിടന്നു. എന്തോ ഒരു ആശ്വാസം തോന്നി, കിടന്നു. നേരം വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ ഉള്ളിലൊരു വലിയ ആഗ്രഹം, വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചത് ശരിക്കും എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ഈ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഒരു കാര്യം കൂടെ ഈ പാപങ്ങളെല്ലാം ഏറ്റുപറച്ചിലൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ശരിക്കും ഞാൻ എത്ര നികൃഷ്ട മനുഷ്യനാണെന്നുള്ളത്. കാരണം എനിക്ക് എന്നെ തന്നെ മനസ്സിലായ ഒരു നിമിഷമായിരുന്നത്. പിന്നീട് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ കുറവുകളെല്ലാം ഒന്ന് ക്ഷമിച്ച് ഈ കുറവുകളൊക്കെ ഒന്ന് അതിജീവിച്ച് ആ ദൈവവുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം എനിക്കുണ്ടായി കിട്ടിയാൽ അതാണ് എൻ്റെ ജീവിതത്തിൽ നേരെ ആവശ്യം. എൻ്റെ അവൻ കൊച്ചുകുഞ്ഞാണ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനിനി അഥവാ ദൈവം എടുത്താലും അവനൊരിക്കലും നരകത്തിലോട്ട്, ദൈവം ഉണ്ടെങ്കിൽ അവൻ നരകത്തിലോട്ട് പോകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ്. പിന്നെ ഞാനാണ് പോകാൻ സാധ്യത.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ ശുദ്ധീകരിച്ച് കർത്താവ് പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്. എൻ്റെ കുഞ്ഞിനെ പോലെയുള്ള ഒരു ശുദ്ധ നിഷ്കളങ്ക മനസ്സിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്താനായിട്ട് ഈ ദൈവത്തിന് കഴിയുമോ? ഞാൻ എത്ര കളങ്കിതനാണ്, ഞാൻ എത്ര തന്ത്രശാലിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ളിലൊരു പ്രേരണ തോന്നി, ബൈബിൾ എടുത്തൊന്ന് വായിക്കണമെന്ന്. ഞാൻ വേദോസം എടുത്ത് വായിക്കാൻ ഒത്തിരി വർഷങ്ങളായിട്ട് വായിക്കാതിരുന്നൊരു പുസ്തകമാണ്. അത് എടുത്തൊന്ന് വായിക്കാനായിട്ട് പ്രേരണ തോന്നി. ഞാൻ തുറന്നു നോക്കുമ്പോൾ വായിക്കുന്ന ആ ഭാഗം ഇങ്ങനെയാണ്: അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുന്ന. അതിനിൽ ഒത്തിരി ഉത്തേജനം ഉണ്ടാക്കി. അപ്പം അബ്രഹാം വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. അങ്ങനെയാണെങ്കിൽ ഞാനും വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കണം, അത് വിശ്വസിച്ചാൽ ദൈവം എൻ്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കും. എനിക്ക് അങ്ങനെ ഒരു ബോധ്യവും ഉറപ്പും ഉള്ളിൽ വന്നു. ഞാനങ്ങ് ഉറപ്പിച്ചു എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ഞാൻ വീട്ടിലാരും ഇല്ലല്ലോ, വൈഫ് അവിടെ ഇല്ല. ഞാനൊരു കാപ്പ് കുടിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു ചെറിയ കടയുണ്ട്, ഒരു ഇച്ചൈ നടത്തുന്ന ഒരു ചായക്കടയുണ്ട്. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ മമ്മിയും എൻ്റെ പപ്പായും കൂടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഇവരെന്നോട് പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിലും ഇവർ രാവിലെ അവിടെ വന്നു. ഇവരെന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് ഒരുങ്ങ്, നമുക്ക് പുറമറ്റത്ത് നിൻ്റെ ഭാര്യ വീട്ടിൽ വരെ പോകണം. ഞാൻ ചായ എന്താ കാര്യം? അപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, താഴത്തെ വീട്ടിൽ ലാൻഡ് ഫോണുണ്ട്, എൻ്റെ പപ്പായുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ലാൻഡ് ഫോണുണ്ട്. അവിടെ ഫോൺ വന്നിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം, കുഞ്ഞിന് അസുഖം കൂടുതലാണെന്നും പറഞ്ഞ്. അപ്പോൾ കുഞ്ഞിന് അസുഖം കൂടുതലാണെന്നും പറഞ്ഞ് വിളിക്കണമെങ്കിൽ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. കാരണം കുഞ്ഞിന് അസുഖം ഇന്നലെ കൂടുതലാണല്ലോ, ഇനിയിപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞ് മരിച്ചു കാണും, അല്ല പിന്നെ അങ്ങനെ ഒരു വിളി വരാൻ വഴിയില്ല. അപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും അങ്ങനെ തന്നെയാണ് ധരിച്ചത്, കുഞ്ഞ് മരിച്ചു. ഞങ്ങൾ നേരെ ജ്യേഷ്ഠൻ ഓട്ടോറിക്ഷ ഓടിക്കുക, ഇച്ചിരി പിണക്കൊങ്ങയാണെന്നാലും എനിക്കൊരു പ്രയാസം വന്നപ്പോൾ അവരെല്ലാവരും ഓടി വന്നു. ഓട്ടോറിക്ഷ എടുത്തു, ഞങ്ങൾ ഓട്ടോറിക്ഷ ഞാനും കയറി, പപ്പായും കയറി, മമ്മിയും കയറി. ജ്യേഷ്ഠൻ ഓട്ടോ ഓടിച്ചു ഭാര്യ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് അവർക്ക് എന്നെ എങ്ങനെ ആശ്വസിപ്പിക്കാം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുള്ളത്, എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ളൊരു ചിന്തയാണ് അവിടെ നിൽക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് കുഞ്ഞ് മരിച്ചതല്ല, ശരിക്കും ഒരു ദൈവം ഇല്ലല്ലോ എന്നാണ്. കാരണം ഇന്നലെ മുഴുവൻ ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടു എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വാർത്ത വരുന്നത്. അപ്പോൾ ദൈവം ഇല്ല, എനിക്ക് ഉറപ്പിക്കാം ദൈവം ഇല്ല. ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് തന്നെ അർത്ഥം? കുറേ നാൾ തിന്നുക, വളരുക, കുറേ കഴിയുമ്പോൾ ചത്തുപോവുക, അത്രയേ ഉള്ളൂ. ജീവിതത്തിന് തന്നെ അർത്ഥം? ശരിക്കും ഒരു ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിന് എന്താ ഒരു നിറമുള്ളത്, ഈ ലോകത്തിന് ജീവിതം കൊണ്ട് തന്നെ അർത്ഥമുള്ളത്? ദൈവം ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളതും നമുക്കൊരു പ്രതീക്ഷയുള്ളതും ജീവിക്കാനും പല തെറ്റായ കാര്യങ്ങളെ അതിജീവിച്ച് അതിനെ തിരുത്തി ഒരു നല്ല ജീവിതം നയിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ദൈവമുണ്ടെങ്കിലല്ലേ. ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ നമ്മൾ ചത്തുപോകും, മറ്റു മൃഗങ്ങളെ പോലെയുള്ളൂ നമ്മൾ. കുറേ കഴിയുമ്പോൾ യുക്തിവാദികൾ ചിന്തിക്കുന്നവരൊക്കെ ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചൂടെ? ജീവിക്കുന്നിടത്തോളം കാലം അടിച്ചു പൊളി ജീവിക്കുക. തെറ്റും ശരിയും നമ്മുടെ മുമ്പിലില്ല. എന്താണോ നമുക്ക് വേണ്ടത് അത് നടപ്പിലാക്കുക. അത് തെറ്റിലൂടെ ആണെങ്കിലും കൊള്ളാം, ശരിയിലൂടെ ആണെങ്കിലും കൊള്ളാം. കാട്ടിലെ നിയമമാണ്, ആരോഗ്യമുള്ളവൻ അതിജീവിക്കാൻ ശേഷിയുള്ളവൻ അതിജീവിക്കും, അല്ലാത്തവൻ അതിജീവിക്കാൻ ശേഷിയുള്ളവൻ്റെ ഇരയായി മാറും. ഇതൊക്കെയാണ് കാട്ടിലെ നിയമം. അപ്പോൾ അത് തന്നെയാണ് മനുഷ്യൻ്റെയും ജീവിതത്തിൽ പാലിക്കപ്പെടണമെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്താർത്ഥം? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും നിരാശയോടുകൂടി വൈഫിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ ചിന്ത വീടിൻ്റെ മുറ്റത്തൊക്കെ പാളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരൊറ്റ മനുഷ്യനെ മുറ്റത്തില്ല, പഴയ പോലെ തന്നെ കിടക്കുന്നത്. ഇതെന്ത് പറ്റി? ഒരു മരണം നടന്ന വീടായിട്ട് ഇവിടെ ആരെയും അറിയിച്ചില്ല, ഞങ്ങളെ മാത്രമേ അറിയിച്ചുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് കയറി ചെന്നു. പപ്പായും മമ്മിയൊക്കെ പുറകെ ഇറങ്ങി വരുന്നു. ചേട്ടൻ അത് കഴിഞ്ഞ് വണ്ടി ഒതുക്കിയിട്ട് ചേട്ടൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം അവരുടെ ഒരു നിലവിളിയും കരച്ചിലും ഒക്കെ ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ച് കയറി ചെല്ലുന്നത്. എങ്ങനെയാണത് ഫേസ് ചെയ്യേണ്ടതെന്നുള്ള ചിന്തയിലാണ് കയറി ചെല്ലുമ്പം ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ മരിച്ചുപോയി എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് എൻ്റെ മോൻ 3 വയസ്സുള്ളവൻ അവൻ ഓടി വന്നിട്ട് പപ്പാച്ചിയെ, പണ്ടത്തെ അതേ പ്രസരിപ്പോടെ പപ്പാച്ചിയെ എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുക. സഹോദരങ്ങളെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ പോയി. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അലറി വിളിച്ചു, ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. കാരണം അങ്ങനെയാ പോയി എന്നുള്ള ധാരണയിലാണ് വരുന്നത്. പക്ഷേ അവനെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നത്. ഞാനെടുത്ത് ഇവനെ നോക്കുമ്പോൾ എൻ്റെ കക്ഷവും നാവിയെല്ലാം ഉണങ്ങി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഞാനൊന്ന് ചിരിച്ച് കാണണമെന്നേ ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പഴയ അവസ്ഥ നിൽക്കുക. ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് പിടിച്ചിട്ട് എൻ്റെ ഭാര്യയോട് ചോദിച്ചടി, നീ പിന്നെ കൊച്ചിനെ കൊണ്ട് അടുത്ത് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്തോ വിളിയാണ് വിളിച്ചത് എന്ന്. അപ്പോഴത്തേക്ക് പപ്പായും മമ്മി എല്ലാവരും കയറി, എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഇവൾ പറഞ്ഞ മറുപടി അതിനേക്കാൾ അത്ഭുതകരമായ മറുപടി. അവൾ പറഞ്ഞ മറുപടി ഇതാ: കുഞ്ഞ് ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്, നേരം വെളുക്കത്തിൽ നിന്നൊക്കെ നിന്നോട് പറഞ്ഞ പോലൊക്കെ തന്നെ ഞങ്ങളും വിചാരിച്ചത്. പക്ഷേ വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ ഇവൻ എഴുന്നേറ്റിരുന്നിട്ട് തള്ളയെ കുട്ടി വിളിച്ചിട്ട് എനിക്ക് വെള്ളം വേണമെന്ന്. തള്ള ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. തള്ള ഉടനെ ഉണർന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് കണ്ടറ എണ്ണീറ്റിരിക്കുന്നു. അവൾ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ കക്ഷമെല്ലാം കൂടെ നല്ല കരിഞ്ഞോലെ ഉണങ്ങി. എന്താ സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. പക്ഷെ അന്ന് രാത്രി ദൈവത്തോട് സംസാരിച്ചത് ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമേ ആ സത്യം അറിയത്തുള്ളൂ. ഇപ്പോൾ ഇവൻ വെള്ളം ചോദിച്ചപ്പോൾ ഇവൾ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് സ്പൂണിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ തൊടുമ്പോൾ ഇവൻ ആ ഗ്ലാസോടെ മേടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞതുമല്ല, ഇവൻ പുതിയ കട്ടിലേന്ന് വലിഞ്ഞ് താഴെ ഇറങ്ങുന്നു, മുറിക്കാതെല്ലാം ഓടി നടക്കുന്നു.
എൻ്റെ വൈഫിൻ്റെ പപ്പായും മമ്മിയും അത് കണ്ട് അളിയനും ഒക്കെ ഉൾപ്പെടെ അത്ഭുതപ്പെട്ട് കണ്ടുകൊണ്ട് നിൽക്കുക, എന്താണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് നേരം വെളുത്തു. ഇങ്ങനെ നേരം വെളുത്തപ്പോഴാണ് നേരത്തെ ഈ വെള്ളം കോരാൻ വന്നുകൊണ്ടിരുന്ന അമ്മച്ചിമാർ, കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ അമ്മച്ചിമാർ അന്ന് രാവിലെയും വെള്ളം കോരാൻ വന്നപ്പോൾ കുഞ്ഞ് തണ്ടറ മുറ്റത്ത് ഓടി കളിച്ച് നടക്കുന്നു. അപ്പോൾ അവരിത് മൊത്തം കണ്ടിട്ട് അവർ ഞെട്ടിയിട്ട് അവർ പറയാം, എൻ്റെ മോനെ ഇത് കണ്ടുകൊണ്ട് നീ നിൽക്കല്ലേ, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് കേട്ടിട്ടില്ലേ. അതുകൊണ്ട് ഇത് മിക്കവാറും അതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ട് മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലോ എവിടെയും പെട്ടെന്ന് പോകും. ലാസ്റ്റ് സിംറ്റമാണ്, ചിലരങ്ങനെ അവസാന നിമിഷത്തിലെല്ലാം ഓക്കെ ആണെന്നുള്ള രീതി വരും എന്നുള്ളൊരു ഗവേഷണത്തിലാണ് അവരുടെ അനുഭവങ്ങളിലൂടെ അങ്ങനെ ഒരു കാര്യമാണ് അവളോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ജീവനോടെ കാണുന്നെങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാം എന്നുള്ള തീരുമാനത്തിലുമാണ് എന്നെ വിളിച്ചത് എന്നുള്ള നിലയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടീ ഇന്നലെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ദൈവത്തെ കണ്ട രാത്രിയാണ്. ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട നിമിഷമായത്. ഏത് അമ്മച്ചിമാർ പറഞ്ഞാലും ശരി, ഇവനെ കൊണ്ട് ഒരിടത്തും പോകേണ്ട, എൻ്റെ ദൈവം സൗഖ്യമാക്കിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് അവിടെ നിർത്തിയേക്കാൻ പറഞ്ഞു. ദൈവം സൗഖ്യമാക്കിയാൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രോഗത്തിന് മരുന്ന് ആവശ്യമാണ്. എൻ്റെ കുഞ്ഞ് അതിന് ശേഷം പല അസുഖങ്ങളും വന്നിട്ടുണ്ട്, അതിനൊക്കെ മരുന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ രോഗത്തിന് അവന് സൗഖ്യം കൊടുത്തു എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതിനി മരുന്നിൻ്റെ ആവശ്യമില്ല എന്നാൽ നിലപാടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. അങ്ങനെ ദൈവത്തിൽ എനിക്ക് ബോധ്യമായി. ഇനി എന്നെ ചുരുക്കി പറയാം, ഇനിയുള്ള എൻ്റെ അടുത്ത പരിശ്രമങ്ങൾ മുഴുവൻ ദൈവം ആരാണെന്നുള്ളത് അറിയണം. ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ ദൈവത്തോടാണ് സംസാരിച്ചത്. ഇനി ഈ ദൈവം ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. അതിനാ വഴി. അതിപ്പോൾ ഹിന്ദുക്കളോട് ചെന്നിട്ട് ദൈവം ആരാണെന്ന് അവരോട് ചോദിക്കാൻ പോയാൽ അവർ അവരുടെ ദൈവങ്ങളെക്കുറിച്ച് പറയും. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ശരിക്കും ആരാ ദൈവം എന്നൊക്കെ അച്ഛനോട് ചെന്ന് ചോദിച്ചാൽ അച്ഛൻ മുമ്പേ പറഞ്ഞില്ല, ഒരു വ്യക്തതയുമില്ല. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്ത കുറേ ആശയങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ. മുസ്ലിങ്ങളുടെ അടുത്ത് ചെന്നാലോ അവർ പഠിപ്പിക്കുന്ന ദൈവത്തെ ഇതിനെക്കാട്ടി കഷ്ടമാണ്. അവരോട് തന്നെ അവരുടെ പുസ്തകത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ തിരിച്ചും മറിച്ചും പറയാൻ മാത്രമല്ല ഉത്തരം മുട്ടിയാൽ അവർ നമ്മളെ കൊല്ലുകയും ചെയ്യും. അത് ഈ മതങ്ങളെല്ലാം അങ്ങനെ തന്നെ. പള്ളിയിൽ അച്ഛന്മാരും അങ്ങനെ തന്നെ. ഇപ്പോൾ പെന്തിക്കോസുകാരും അവർ പഠിപ്പിക്കുന്ന പല ആശയങ്ങളും വേദപുസ്തക പ്രകാരം തെറ്റാണല്ലോ എന്ന് ഈ അടുത്ത കാലത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പം എന്നെ ഉപദ്രവിക്കാൻ ഇല്ലായ്മ ചെയ്ത് കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അവസരങ്ങൾ വരെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മതങ്ങളോടൊന്നും ചോദിച്ചിട്ട് ഒരു സംഘടനകളോടും ചോദിച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ശരിക്കും ഇതിൻ്റെ മനസ്സിലാക്കാനുള്ള വഴി അതാ, വളരെ സിമ്പിൾ. എൻ്റെ കുഞ്ഞിനെ ജീവിപ്പിച്ച് തന്നുകൊണ്ട് ദൈവം എന്നൊന്ന് ഞാൻ ഉണ്ടടാ എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന അതേ ദൈവത്തോട് തന്നെ എൻ്റെ ആശങ്ക പറയുക. ആ ദൈവം തന്നെ എനിക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ. ഞാൻ ആ ദൈവത്തോട് തന്നെ സംസാരിച്ചു. ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ദൈവം ആരാണെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണം. എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? ഞങ്ങളൊക്കെ പണ്ട് ഈ ഇംഗ്ലാവ് വിളിച്ച് നടക്കുന്ന സമയത്ത് DYFIയിലൊക്കെ ഇംഗ്ലാവ് വിളിച്ച് നടക്കുമ്പോൾ അന്ന് വിളിച്ചിട്ടുള്ള ചില ഇംഗ്ലാവുകളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, എന്തിനു വേണ്ടി ജനിച്ചെന്നോ നേടിയിട്ടുള്ളത് എന്തെന്നോ എന്തിനു വേണ്ടി വളർന്നെന്നോ നേടിയിട്ടുള്ളത് എന്തെന്നോ ഇനി നേടാനുള്ളത് എന്തെന്നോ തിരിഞ്ഞ് നിന്നിട്ട് ഇത്തിരി നേരം ആലോചിച്ചവരാണ് ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ജനിപ്പിച്ചേ? എന്നെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്താണ് പ്രാപിച്ചിട്ടുള്ളത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഇതെല്ലാം എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. നേരത്തെ ഇടപെട്ട പോലെ തന്നെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവമാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എനിക്ക്. ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ ചോദിക്കുക, ശരിക്കും ദൈവം ആരായിരിക്കണം? ഞാൻ എന്നോട് ചോദിക്കുക, ദൈവം ആരായിരിക്കണം? ആരായിരിക്കണം? ദൈവത്തെക്കുറിച്ചൊരു നിർവചനം ഞാനങ്ങ് ഉള്ളിലങ്ങ് തയ്യാറാക്കി. ദൈവം സ്നേഹമായിരിക്കണം. ബൈബിളിൽ തന്നെ പറയുന്ന ഒരു അപ്പൻ മക്കളെ സ്നേഹിക്കുന്ന പോലെ. നിങ്ങളുടെ മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് പെറുക്കി കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പാമ്പിനെ പിടിച്ച് കൊടുക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ ദോഷികൾ, എന്നാലും നിങ്ങളുടെ മക്കളെ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സകല മനുഷ്യരെങ്കിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം എല്ലാവരെയും അതുപോലെ സ്നേഹിക്കണം. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഡിമാൻഡ് വെച്ചത് ഇതാണ്, ഈ ഒരപ്പന് 4 മക്കളുണ്ടെങ്കിൽ മൂത്ത മകനോട് നീ എൻ്റെ അടുക്ക വന്നിരുന്നോളൂ. നീ രണ്ടാമതാണ് നിന്നെ ഞാൻ കണ്ടത്, നീ അവിടെ നിന്നാൽ മതി കേട്ടോ. നിന്നെ മൂന്നാമതാണ് കണ്ടത്, നീ അവിടെ വാതിക്കൽ നിന്നാൽ മതി. നിന്നെ 4ാമതാണ് കണ്ടത്, നീ പെൺകുട്ടിയാണ്, നീ ഒരിക്കലും എൻ്റെ അടുക്കലേക്ക് വരരുത്, ഈ മുറിക്ക് വെളിയിൽ നിന്നാൽ മതി എന്ന് ലോകത്തൊരപ്പനും അവരുടെ മക്കളോട് പറയത്തില്ല. ഇതന്നെ പള്ളിയിൽ അച്ഛനോട് ഞാൻ ചോദിച്ചത്. ഈ പെണ്ണുങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ലേ, എന്താ അടുക്ക വരാതെ വിലക്കി നിർത്തിയിരിക്കുന്നത്? ഇത് തന്നെ എനിക്ക് ഇവിടുത്തെ വേറെ പല മതങ്ങളോടും ചോദിക്കാനുണ്ട്. അപ്പോൾ ഈ ചോദ്യം അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു, ദൈവം ഒരു അപ്പനാണെങ്കിൽ ദൈവത്തിന് ആണെന്നും പെണ്ണെന്നും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും അടുക്ക വരണം. അതിനകത്ത് ഒരു മോന് ഇച്ചിരി കഴിവ് കുറവ്, ഒരു മോന് കഴിവ് കൂടുതലുണ്ടെങ്കിൽ വേറെ കൃത്യം പാടില്ല, എല്ലാവരെയും തുല്യമായി സ്നേഹിക്കണം. ഇതായിരിക്കണം ദൈവം. പിന്നെ അടുത്തൊരു കാര്യം കൂടി ഞാൻ വെച്ചത്, ഈ എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് വല്ലതും കിട്ടാൻ ഞാൻ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല, അപ്പൻ്റെ ഒന്നും ഇങ്ങോട്ട് മേടിക്കുന്നത്. എനിക്കിന്ന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കയറി കിടന്നാൽ തല്ലി എണ്ണിപ്പിച്ച് എന്നെ ആഹാരം തരുത്തി കഴിപ്പിച്ചിട്ട് വൈകിട്ട് അത്താഴപ്പെട്ടിന് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അടിച്ച് ഭക്ഷണം തരിച്ചിട്ട് എന്നെ കിടത്തത്തുള്ളൂ. പകൽ ഞാൻ എന്തെങ്കിലും മെനകേട് കാണിക്കുന്നതിൻ്റെ പേരിൽ എന്നെ അടിക്കുമ്പോൾ എനിക്ക് സങ്കടമാവും, കരച്ചിൽ വരും, കരഞ്ഞുകൊണ്ട് ഞാൻ കിടക്കും. എനിക്ക് വൈകിട്ട് ചോറ് വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചോറ് ഉണ്ണാതെ പോയി കിടക്കും. അടിച്ച അപ്പം തന്നെ അടിച്ച കൈ കൊണ്ട് എന്നെ വൈകിട്ട് ചോറ് കൂട്ടിയിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ അടിക്കുകയും അടിയോടൊപ്പം തന്നെ എന്നെ പട്ടിണിക്കിടാതെയും എനിക്ക് അസുഖം വന്നാൽ എന്നെ പരിപാലിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എൻ്റെ അപ്പനെ കാണുന്നത്. ലോകത്താർക്കും എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഒരു അപ്പനെങ്കിൽ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ
ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന, തെറ്റ് ചെയ്യുന്നവനെ നീ തെറ്റുകാരനായിട്ട് മാറിക്ക്, നല്ലവരും നീതിമാന്മാരുമായിട്ടുള്ള ആളുകൾ മാത്രം എൻ്റെ അടുക്കലോട്ട് വന്നാൽ മതി, അല്ലാത്തവരൊക്കെ അകന്നു നിന്നാൽ മതി എന്ന് പറയുന്ന നിലപാടുള്ളവനാകരുത് ദൈവം. അങ്ങനെയുള്ളവനാണ് ദൈവമെന്ന് ജനത്തെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ മതത്തിൻ്റെ ആവശ്യം. കാരണം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇതിനിടയ്ക്ക് ചൂഷണം നടക്കത്തുള്ളൂ. പോട്ടെ, ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ വെച്ചു. അവസാനം എന്നോടൊരു ചോദ്യം, നീ ഈ പറഞ്ഞ സ്ട്രക്ചറിനനുസരിച്ചുള്ള ഒരു ദൈവം നിൻ്റെ അറിവിൽ ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ? ഏതെങ്കിലും മതത്തിലൊരു ദൈവത്തെ നിനക്ക് ഈ നിലവാരമുള്ള ആളാണ് ആ ആളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അപ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടും ചെറുപ്രായത്തിൽ ബൈബിൾ ഒത്തിരി വായിച്ചിട്ടുള്ളതുകൊണ്ടും യേശുക്രിസ്തുവിനെ കുറച്ചുകൂടെ ചാരി ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ തന്നെ മനഃപൂർവ്വം യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ലോകത്ത് മറ്റുള്ള മതങ്ങൾ ദൈവമെന്നും പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ ആളുകളെയും എടുത്തു വെച്ച് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചറിനകത്തൊന്നും ഇവർ വരത്തില്ല. ഇവർ വന്നതൊക്കെ തെറ്റ് ചെയ്യുന്നവനെ കൊന്നുകളയാനും നല്ലത് ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കാനുമാണ്. അങ്ങനെ തെറ്റ് ചെയ്യുന്നവനെ കൊല്ലാനും നല്ലതിനെ ചേർത്ത് പിടിക്കാനുമാണ് ദൈവം നിൽക്കുന്നതെങ്കിൽ ദൈവം ഈ തെറ്റ് ചെയ്യുന്നവനെയും ദൈവം തന്നെയല്ലേ സൃഷ്ടിച്ചത്? ദൈവത്തിന് ആ സൃഷ്ടി അറിയാതെ പോയോ? അപ്പോൾ ദൈവത്തിന് മണ്ടത്തരം പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി യുക്തിപരമായ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് ഈ ദൈവങ്ങളെല്ലാം റിജക്റ്റ് ചെയ്തു. അവരെ ഒന്നും ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. ഇതിനും അപ്പുറത്ത് ആരോ ആണത്. എന്തായാലും ദൈവം ഉണ്ടെന്ന് ഉറപ്പായി. പക്ഷേ ചില കൂട്ടുകാരും പറയടാ എന്തോ ഒരു ശക്തിയുണ്ട്, പക്ഷേ ഇതൊന്നുമല്ല, എന്തോ ഒരു ശക്തിയുണ്ട്. ആ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് പറയുന്ന ശക്തിയാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ആ ശക്തിയെക്കുറിച്ചാണ് ഞാനൊരു സ്ട്രക്ചർ തയ്യാറാക്കി, ഒരു വ്യവസ്ഥ എൻ്റെ ഭാവനയിൽ, എൻ്റെ ബുദ്ധിക്കകത്ത് ഞാനൊരു രൂപം കൊടുത്തത്. ആ സ്വഭാവ രൂപമുള്ള ഒരാളിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ആ ശ്രമം അവസാനം ഇവരെല്ലാം മാറ്റി നിർത്തിയിട്ട് അവസാനം ഞാൻ യേശുക്രിസ്തുവിലേക്ക് വന്നു. യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും യേശുക്രിസ്തുവിൽ വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെട്ട് കാണുക. പക്ഷേ ബൈബിളിലെ ചില ചോദ്യങ്ങൾക്കൊത്ത് എന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന, എന്നെ ആത്മീയകാര്യം പഠിപ്പിച്ച, എന്നെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്ന, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ സമുദായങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ, എൻ്റെ ഉപദേശിമാരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയും അത് ശരിയല്ലത്. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചാൽ. പക്ഷേ ഈ പുസ്തകങ്ങൾ ഞാൻ രാത്രി എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു അവൻ പാപികളെ തേടിയാണ് വന്നത്. അവൻ പാപികളെ നിഗ്രഹിക്കാൻ വന്നതല്ല. എത്ര കടും ചുവപ്പുള്ള പാപമാണെങ്കിലും ശരി, അതെൻ്റെ മകനാണ്, അവൻ്റെ പാപം ക്ഷമിച്ച് അവനെ കൂടെ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക. നിങ്ങൾ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെന്ന മറ്റു മക്കളോട് പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ സ്നേഹിക്കുന്നു. മറ്റൊരിടത്ത് മരിച്ചതിനെ ഉയർപ്പിക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടോ ആർക്കും അടുത്ത് വരാം. അതിന് വേശ്യാസ്ത്രീയാണെങ്കിലും ശരി. ഇവിടെയുള്ള മതനേതാക്കന്മാരുടെ അടുക്കലൊന്നും വേശ്യാസ്ത്രീകൾ ധൈര്യത്തോടെ കയറി ചെല്ലത്തില്ല. കാരണം അവരടുപ്പിക്കത്തില്ല. മതനേതാക്കന്മാർ പോയിട്ട് ഒരുമാതിരി മാന്യമായിട്ട് ജീവിക്കുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉപദേശിമാരോ സാധാരണക്കാരോ ആണെങ്കിൽ പോലും ഒരു വേശ്യാസ്ത്രീയാണെന്ന് ലോകം മുദ്ര കുത്തുന്ന ഒരു സ്ത്രീ അടുക്കലെങ്ങാനും വന്ന് ദേഹത്തെങ്ങാനും ഒരു തൊടുന്നത് 4 പേര് കാണുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ പരമാവധി അകറ്റി നിർത്തിക്കളയും. അതാണ് നമ്മുടെ നാട്ടിലെ മാന്യന്മാർ. അപ്പോൾ പിന്നെ മതപുരോഹിതന്മാരുടെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ അതിന് വ്യത്യസ്തമായ യേശുക്രിസ്തു ഒരു വേശ്യാസ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയും അവളുടെ കയ്യിലുള്ള തൈലമെടുത്ത് അവൻ്റെ കാലിൽ പൂശുകയും ചെയ്യുന്നൊരു സംഭവം ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. യേശു അവളെ അകറ്റുകയല്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ യേശുവാണ് ശരിക്കും ഒരു പിതാവിൻ്റെ സ്വഭാവമുള്ള, സകലരെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ്. കാരണം ഇവൻ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. ഇനി അവസാനമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത, ദൈവത്തിനൊരിക്കലും ദ്രവത്വം ഉണ്ടാകാൻ പാടില്ല. ദ്രവിച്ചു പോകുന്നത് എങ്ങനെ ദൈവമാകും? ഈ സൃഷ്ടി മുഴുവൻ ദ്രവത്വമുണ്ട്. സൃഷ്ടിയിലൊന്നും ദൈവമാകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ദ്രവിച്ചു പോകാത്തതായിട്ട് എന്തെങ്കിലും മനുഷ്യൻ്റെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ആരോട് ചോദിച്ചാലും, ഇവൻ യുക്തിവാദികളോട് ചോദിച്ചാലും അവർക്ക് അവസാനം പറയാനുള്ളത്, ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പോലും യേശുക്രിസ്തു എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന ഒരുവൻ, അവൻ്റെ പേരിലാണല്ലോ ചരിത്രം അറിയപ്പെടുന്നത്, AD എന്നും BC എന്നും, അതിവിടുത്തെ നിരീശ്വരവാദികളും സമ്മതിക്കുന്നു. ക്രിസ്തു വർഷം, ക്രിസ്തുവിന് മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ അവർ പോലും ചരിത്രം പഠിക്കുന്നു. അപ്പം ചരിത്രത്തിൽ പോലും യേശുവിനെ നിർത്തിക്കൊണ്ട് ചരിത്ര പഠനം നടത്താൻ പോലും ഇവർ തയ്യാറാകുന്നെങ്കിൽ യേശു എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു എന്ന് അവർ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ യേശുവിൻ്റെ ഫോസിൽ, ഇത് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുള്ള ജീവികളുടെ ഫോസിൽ ഇവിടെ ചാത്രം കണ്ടുപിടിച്ചിട്ട് പറയാം ഇത്ര വർഷം മുമ്പ് ജീവിച്ചിരുന്നതാണ്. അങ്ങനെയാണ് നീ യേശുവിൻ്റെ DNA ഒന്ന് കണ്ടുപിടിക്കുക, യേശുവിൻ്റെ ഒരു ഫോസിൽ കണ്ടുപിടിക്കുക, യേശുവിനെ എവിടെ അടക്കിയെന്നൊന്ന് പറ. യേശുവിനെ എവിടെയാണ് അടക്കിയെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് ഇത് യേശുവിനെ അടക്കിയ സ്ഥലം, അവിടെ ഇപ്പോൾ യേശുവില്ല ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇവർക്ക് വേറെ കുറേ പുള്ളികൾ, അല്ലല്ല യേശുവിനെ അവിടെ അല്ല കാശ്മീരിലാണ് കൊണ്ട് അടക്കിയത്. അങ്ങനെയാണെങ്കിൽ കാശ്മീരിൽ എവിടെയാണെന്ന് അടക്കിയെന്ന് പറ. ഈ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം, അവരൊന്ന് കണ്ടുപിടിക്കട്ടെ യേശുവിൻ്റെ അസ്ഥി അവിടെ. അങ്ങനൊരു സംഭവമില്ല. ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്ര പുരുഷന്മാരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ DNA ഇന്നുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് തന്നെ തെളിയിക്കുന്നത് യേശുക്രിസ്തു ദ്രവത്വത്തിൽ നിന്ന് ഉയർത്തെഴുന്നിട്ടുണ്ട്, ദ്രവത്വമില്ലാത്തവൻ. അപ്പോൾ ദ്രവത്വമില്ലാത്തവനായിരിക്കണമെന്ന്, ദ്രവത്വമില്ലാത്തത് എന്നതാണ് ദൈവം എന്ന വാക്കിൻ്റെ അകത്ത്. ദൈവം എന്നാൽ ദ്രവത്വമില്ലാത്തത്. ഈ ചോദ്യത്തിന് ഉത്തരം യേശുക്രിസ്തുവില്ല.
എനിക്ക് പിന്നെ അധികം സംശയിച്ച് നിൽക്കേണ്ടി വന്നില്ല. ഞാൻ മാറ്റി നിർത്തിയ യേശുക്രിസ്തുവിനെ തന്നെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയാണ്. എൻ്റെ മുറിയിലിരുന്ന് ഇത് 1-2 ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ്. പകലൊക്കെ നടക്കുമ്പോഴുള്ള ചിന്തകളും അതിനുള്ള ഉത്തരങ്ങളിലൂടെയൊക്കെ നടന്ന ഒരവസ്ഥയാണ് ഞാൻ ചുരുക്കി പറയുന്നത്. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ യേശുക്രിസ്തുവിനോട് തന്നെ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? എന്താണ് അങ്ങയുടെ ഉദ്ദേശം? അങ്ങയെ ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് കഴിവ് എന്നൊക്കെയുള്ളത് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൽ പോകല്ല, വേറെ വഴിയൊന്നുമില്ല. വേറെ പുസ്തകങ്ങളൊന്നും യേശുവിനെ പറ്റി പഠിപ്പിക്കുന്നില്ല. ബൈബിളിൽ നിന്നുള്ള കേട്ട കാര്യങ്ങൾ കേട്ടിട്ട് വേറെ ആരെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞെങ്കിലേ ഉള്ളൂ. അതിന് കാർൽ മാർക്സ് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ നിന്ന് കേട്ടിട്ട് പറയുന്നതാണ്. ഇവിടെ ഏതെങ്കിലും സ്വാമിമാരെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബൈബിളിൽ നിന്ന് കേട്ടിട്ടുള്ളവരാണ്. ഇനി ഏതെങ്കിലും സഭക്കാർ യേശുവിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ബൈബിളിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ബൈബിളിൽ തന്നെ പരിശോധിച്ചാൽ മതി. യേശുവിനെക്കുറിച്ച് ആധികാരികമായിട്ട് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, യേശു നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് പോയപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് ചെറുപ്രായത്തിലൊരു വാക്യം, അതും പണ്ട് വായിച്ച വാക്യങ്ങളാണ് വചനം ഓർമ്മ വരുന്നത്. യേശു പറയുക, നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ എൻ്റെ ശിഷ്യൻ. മാനുഷിക കൽപ്പനകളല്ല, എൻ്റെ കൽപ്പനകൾ കേട്ട് പ്രമാണിക്കുന്നവൻ എൻ്റെ ശിഷ്യൻ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനാകണം, യേശുവിൻ്റെ ശിഷ്യനാണ്. അതിനെന്താ ചെയ്യേണ്ടത്? യേശുവിൻ്റെ കൽപ്പനകൾ കേട്ട് പ്രമാണിക്കും. ഇപ്പോൾ യേശുവിൻ്റെ കൽപ്പനകൾ എവിടെയാണ്? അപ്പോൾ ഞാൻ ബൈബിൾ എടുക്കാൻ തുടങ്ങി. ബൈബിൾ പോയി ഇങ്ങനെ നോക്കിയപ്പോൾ ബൈബിളിനകത്ത് പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. ഈ 2 നിയമ പുസ്തകങ്ങളുടെയും ഇടയ്ക്കൊരു താളുണ്ട്. ആ താളിൽ ഒരൊറ്റ സെൻറ്റൻസാണ് കിടക്കുന്നത്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം എന്ന് പറഞ്ഞാണ് ആ ഒരു താളിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അടുത്ത പേജ് മുതലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. തുടങ്ങുന്ന മത്തായിയുടെ സുവിശേഷം മുതൽ. അപ്പോൾ അവിടെ തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാരമ്പര്യം, ആദം മുതൽ യേശു ക്രിസ്തു വരെ ഉള്ള സമൂഹം എങ്ങനെയായിരുന്നു, അവരുടെ ലിസ്റ്റ്, അവരുടെ അവരുടെ ഒരു സെൻസസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ മുതൽ പുതിയ വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വായിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇവിടെ വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് അച്ഛന് തെറ്റുപറ്റുന്നത്? ബൈബിളിനല്ല തെറ്റുപറ്റിയത് എപ്പിസ്കോപ്പൽ സഭകൾക്കാണ്. കാരണം എപ്പിസ്കോപ്പൽ സഭകളെക്കുറിച്ചുള്ള ചരിത്രം പിന്നീട് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഈ പുസ്തകമെല്ലാം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാകട്ടെ പഴയ നിയമങ്ങളാകട്ടെ ഇതൊന്നും ഒരു പുസ്തക രൂപത്തിലായിരുന്നില്ല പണ്ടുണ്ടായിരുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ പല ഇടങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളാണ് യേശുവിൻ്റെ ലേഖനങ്ങൾ. അതിനു മുമ്പ് പലരുണ്ടായിരുന്ന പല ദൈവഭക്തന്മാർ എഴുതിയ ലേഖനങ്ങളെ പഴയ പുസ്തകം. ഇതെല്ലാം പിൽക്കാലത്ത് കണ്ടെത്തി ഒരു പുസ്തക രൂപത്തിൽ അന്നുണ്ടായിരുന്ന പിതാക്കന്മാർ ചേർത്ത് കുത്തി ഇണക്കി റെഡിയാക്കി ദൈവവചനം എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം രൂപപ്പെടുത്തിയൊരു പുസ്തകമാണ് ബൈബിള്. അപ്പോൾ അങ്ങനെ ഈ ബൈബിള് രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനിറ്റി പ്രചരിച്ചിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോയിടത്തൊക്കെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അനേകർ യേശുവിൽ വിശ്വസിച്ചു, ക്രിസ്ത്യാനിയായി. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെയൊക്കെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിച്ചു. ആദ്യം യഹൂദന്മാരാണ് ക്രിസ്ത്യാനികളാകാൻ തുടങ്ങിയത്. യഹൂദന്മാരായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യാനികൾ. അതിനുശേഷം യേശു പോലും യഹൂദനായിരുന്നു. പക്ഷേ മറ്റുള്ള യഹൂദന്മാർ അവരെ അടിച്ച് പുറത്താക്കി. അതിനുശേഷം അവർ മറ്റുള്ള ഇടങ്ങളിലേക്ക് പോയി. അവിടെ നിന്നുള്ളവർ ക്രിസ്ത്യാനികളായി. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ സഭകൾ സമൂഹത്തിലൊരു വെറുക്കപ്പെട്ട ഒരു വിഭാഗം എന്ന നിലയിൽ മുദ്ര കുത്തപ്പെടുകയും അന്നുണ്ടായിരുന്ന മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇവരെ ഇല്ലായ്മ ചെയ്യാനൊക്കെ ഒരു വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സഭാചരിത്രമാണ്, അത് ബൈബിളിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് പലപ്പോഴും ഒളിവിലും തെളിവിലും ഒക്കെ ആയിട്ടാണ് ആദ്യത്തെ ക്രൈസ്തവ സഭകൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വേദപുസ്തകത്തെ ഒരു വേദപുസ്തക രൂപം എന്ന നിലയിൽ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ കൈ കിട്ടിയത്. ഇങ്ങനെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന അവിടങ്ങളിൽ കൂടി വരുന്ന കൂട്ടങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തതയില്ല. ഒരു കല്യാണം നടന്നാൽ എങ്ങനെ നടത്തേണ്ടതെന്ന് അന്നത്തെ ഭക്തന്മാർക്ക് അറിയത്തില്ല. കാരണം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഉപദേശം ആരും പറഞ്ഞു തന്നില്ല, എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടതെന്ന്. അപ്പോൾ ഇന്ത്യയിൽ വന്ന ക്രിസ്ത്യാനി, ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പള്ളിയിലെ കല്യാണ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പം ഈ യാക്കോബ സഭകളിലെ പള്ളികളിൽ, ഇപ്പോഴത്തെ പുസ്തകത്തിൽ എനിക്കറിയത്തില്ല, പണ്ട് പുസ്തകങ്ങളിൽ ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്ന പുസ്തകം തുറന്ന് ആ പുസ്തകം നോക്കിയാണ് ഇവർ വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. അതിനകത്ത് ഈ മിന്നുകെട്ടെന്ന് പറയുന്ന ഭാഗത്ത് മേളിൽ എഴുതിയിട്ടുണ്ട്, ഇതൊരു ഹൈന്ദവ ആചാരപ്രകാരം അങ്ങനെ എന്തോ ഒരു വാക്ക് അതിൻ്റെ മണ്ടയ്ക്കുണ്ട്. അതായത് ഇത് ഇവിടുന്ന് കണ്ടുപിടിച്ചത്, ഈ മിന്നുകെട്ടൽ. ഇവിടുത്തെ യാക്കോബക്കാരൊക്കെ മിന്നു കെട്ടത്തില്ലേ. അപ്പോൾ ഈ നിലയിൽ ലോകത്ത് പല മേഖലകളിലുമുള്ള പല ജാതികളുടെയും പല ആശയങ്ങളും പതിയെ ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് അവരങ്ങ് സ്വീകരിച്ചിട്ട് ഒരു ക്രമീകരണം ഒരുക്കി ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പോയി. കുസ്തന്തീനോസ് എന്ന് പറഞ്ഞൊരു ചക്രവർത്തിയാണ്. അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ പിന്നെ ആളുകളെ അടിച്ച് പേടിപ്പിച്ച് യുദ്ധം ചെയ്തും ഒക്കെ കീഴ്പ്പെടുത്തി ക്രിസ്ത്യാനിയാക്കി ഇങ്ങനെ ക്രിസ്തുമതം വളർത്താനുള്ള ശ്രമം നടത്തി. പിന്നീട് പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ചിലയിടങ്ങളിൽ പട്ടിണിക്കാർക്ക് കൊണ്ടുവന്ന ആഹാരം കൊടുത്ത്, ഇവിടെ ഇന്ത്യയിൽ പോലും ആളുകൾ മതം മാറിയത് നല്ല റൊട്ടിയും ഗോതമ്പും ഉടുപ്പും ഒക്കെ കിട്ടിയതിൻ്റെ പേരിലാണെന്നൊക്കെ ഞാൻ ചില പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് അടിച്ചമർത്തപ്പെട്ടൊരു വർഗ്ഗം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ചാതുർവർണ്ണയവും അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു സമയത്ത് വിദേശത്തുനിന്ന് വന്ന സുവിശേഷന്മാർ തൊഴിവെടുത്ത സായിപ്പന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പാവങ്ങൾക്ക് ഒരു ചെറിയ ആശങ്ക ആഗ്രഹമൊക്കെ തോന്നി. അവർ പതിയെ ഒന്ന് അടുത്ത് കൂടിയപ്പോൾ ഇവർ പതിയെ ഇവിടുത്തെ ഭരണമൊക്കെ ഇവരുടെ കയ്യിലായി കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഒക്കെ ഇവിടുത്തെ ഭരണമൊക്കെ അവരുടെ കയ്യിലോട്ടൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ പതിയെ പള്ളി പണിഞ്ഞു, പള്ളിയുടെ കൂടെ ചേർന്ന് പള്ളിക്കൂടം പണിഞ്ഞു, ഇവരെയും കൂടി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവരും വന്ന് പഠിക്കാൻ തുടങ്ങി. അവർ അക്ഷരാഭ്യാസമുള്ളവരായി മാറി. അങ്ങനെ പതിയെ അവരും നേരെ നിന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവർ
ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ക്രിസ്തുമതത്തിൽപ്പെട്ട വേദപുസ്തകത്തിലുള്ള ആളുകളുടെയൊക്കെ പേരുകൾ, ജോസഫ്, മത്തായി, മർക്കോസ് എന്നൊക്കെയുള്ള പേരുകൾ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവർ ഹിന്ദുക്കളല്ല. ഹിന്ദുക്കളായിരുന്നെങ്കിൽ എന്താ പറയണ്ടേ, പിന്നെ ഉലകനെന്നും അല്ലെങ്കിൽ നീലി എന്നും പീലി എന്നും അങ്ങനെയൊക്കെയുള്ള ചാത്തനെന്നും ഒക്കെയുള്ള പേരുകളുള്ള ആളുകളെ അക്കാലത്ത് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പേര് മാറി. വിദ്യാഭ്യാസമായി, നല്ല ഭക്ഷണമായി, നല്ല ജീവിത സൗകര്യമായി, ഡ്രസ്സ് മാറി, അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമായി. ക്രിസ്ത്യാനിക്ക് വസ്ത്രം ധരിക്കാം. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പിന്നെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം ഇവിടെ സായിപ്പിൻ്റെ പിന്തുണയോടെ നിൽക്കുക, വിദേശത്തുനിന്ന് വന്നവൻ്റെ പിന്തുണയോടെ നിൽക്കുക. അങ്ങനെ ഇവൻ്റെ ഭാവവും രൂപവും ഒക്കെ മാറി. അങ്ങനെ പതിയെ കേരളത്തിൽ ഒരു ക്രൈസ്തവ സഭ പതിയെ രൂപപ്പെട്ട് മുന്നോട്ട് വരുന്നത്. കുറേ കഴിഞ്ഞ് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 1500 ശേഷമാണ് ഇന്ത്യയിൽ, കേരളത്തിലൊരു ബൈബിൾ വരുന്നത്. ഇപ്പോൾ മലയാളത്തിൽ ബൈബിൾ രൂപപ്പെട്ടിട്ട് തന്നെ 600-700 വർഷത്തേക്കുള്ളായിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ ബൈബിള് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ ക്രൈസ്തവ സമൂഹത്തിനൊരു കാര്യം മനസ്സിലായത്. ഈ ഇതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ പലതും ലോകത്തുനിന്ന് കോപ്പിയടിച്ച് ജനത്തെ പഠിപ്പിച്ച് ആചാരമാക്കി കഴിഞ്ഞു. ആ ആചാരങ്ങൾ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ആചാരങ്ങളുമാണ് ഈ മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചു പോയവരോടുള്ള പ്രാർത്ഥന, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതൊന്നും ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. നേർച്ച, നോയമ്പ്, വെടിക്കെട്ട്, മെഴുകുതിരി കത്തീര്, അവിടെ മണിയടി ഇവിടെ മണിയടി എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള പല ആചാരങ്ങളും പലതും കോപ്പി ചെയ്ത് ഇവർ വലിയ ഡെവലപ്പായി. പക്ഷേ പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം നേർച്ച കാഴ്ചകളിൽ പ്രസാദിക്കുന്നില്ല. ആരാധനയെന്ന് പറയുന്നത് ഇവൻ പെന്തക്കോസുകാർക്ക് പോലും ഇപ്പോഴും അറിയത്തില്ല എന്താ ആരാധന എന്നുള്ളത്. ഏറ്റവും അവസാനം പെന്തക്കോസ് സമൂഹമാണ് ആ ബൈബിളിൻ്റെ വക്താക്കളെന്നുള്ള അവകാശമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ആരാധനയെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ആരാധനയെന്ന് പറയുന്നത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കുന്ന. ഇവർ പക്ഷേ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റ് മതങ്ങൾ ചെയ്യുന്നത് പോലെ തമ്പേറടിക്കുകയോ ശബ്ദം കേൾക്കുമ്പോൾ തുള്ളുന്നതും ചാടുന്നതും ആരാധന എന്നുള്ളതാണ്. എനിവേ ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ബൈബിള് ആണ് സത്യം. ബൈബിൾ വന്നു കഴിഞ്ഞപ്പോൾ അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇതുവരെ ആചരിച്ചു വന്നത് പലതും ബൈബിളിന് വിരുദ്ധമാണെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ തിരിച്ചറിഞ്ഞാൽ ഇനി തിരുത്താൻ പോയാൽ ഞങ്ങൾ മണ്ടന്മാരും ഞങ്ങൾ മോശക്കാരും അറിവില്ലാത്തവരുമാകും. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ബൈബിൾ ജനം വായിക്കാതിരിക്കുക, ഞങ്ങളത് വായിച്ചിട്ട് വേണ്ടിയത് പറഞ്ഞുതരാം, നിങ്ങളത് കേട്ടാൽ മതി എന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഇവർ പോയി. ഞാൻ പള്ളിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് പല ഉപദേശിമാരും എന്നോട് പറയണം, മോനെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊന്നും എടുത്ത് പ്രസംഗിക്കില്ല കേട്ടോ. കാരണം വെളിപ്പാട് പുസ്തകമൊന്നും നമുക്ക് സംസാരിക്കാനുള്ളതല്ല. അതുപോലെ ദൈവകൃപ നിറഞ്ഞ മഹാപുരോഹിതൻ മാത്രമേ വെളിപ്പാട് പുസ്തകം വായിക്കാനും അതിന് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ വെളിപ്പാട് വായിച്ചിട്ടൊന്നും വായിക്കുന്നത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു ദിവസം വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം കണ്ടു, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യവാൻ. ഇത് വായിക്കണമെന്നും വായിച്ച് കേൾപ്പിക്കണമെന്ന് എഴുതിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം അതാണ്. പക്ഷേ ഇത് വായിക്കരുതെന്ന് പറയുന്നതും ഈ ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതാണ് എപ്പിസ്കോപ്പൽ സഭയുടെ അവസ്ഥ. ആ നിലയിൽ എപ്പിസ്കോപ്പൽ എത്തേണ്ടി വന്നു. അതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ സഭ എന്ന് പറയുന്ന ആ സഭയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഉറച്ചു. പക്ഷേ ബൈബിളിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് തിരുത്തി. കാരണം ഇത് ദൈവവചനമാണെന്ന് ഉറപ്പായി. ഇതാണ് ശരി, അതല്ല ശരി. ഞാൻ അതാണ് ശരിയെന്ന് ധരിച്ചിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച പുസ്തകത്തെ ഞാൻ കയ്യിലെടുത്തു, പഠിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനെക്കുറിച്ചുള്ള പഠനം ഇങ്ങനെ നടത്തി വന്നു കഴിഞ്ഞപ്പോഴാണ് സ്നാനമേക്കേണ്ട കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടത്. മരിച്ചുപോയവരുള്ള പ്രാർത്ഥന തെറ്റ. സഭാപ്രസംഗി വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മരിച്ചവർക്ക് ഭൂമിയിലുള്ള ഒരു കാര്യത്തിലും ഒരു ഓഹരിയില്ല, സൂര്യന് കീഴിൽ നടക്കുന്ന ഒന്നിലും ഒരു പങ്കും അവർക്കില്ല. അങ്ങനെയാണ് പിന്നെ അവരുടെ പേരിൽ ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടിക്കും അവർക്ക് യാതൊരു റിലേഷനും ഇല്ല എന്ന് ബൈബിൾ പറയുമ്പോൾ പിന്നെ ആ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമല്ലേ. അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കതായ പ്രതിഫലം ഭാവിക്കുന്നു ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വല്യപ്പച്ചനെ, ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, വല്യപ്പച്ചന് ഞാനൊരിക്കൽ ചോദിച്ചു, അപ്പച്ചൻ മരിച്ച സമയത്ത് എനിക്ക് ഞാൻ 6 7 പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ മരിച്ചപ്പോൾ അച്ഛൻ കുറ്റിയൊക്കെ വീശിട്ട് പറഞ്ഞ് ഈ വൃതനെ തിരുസന്നിധിയിൽ ചേർക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ വൃതൻ തിരുസന്നിധി ചെന്നല്ലോ, അച്ഛൻ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം കേട്ടു, അവിടെ ചെല്ലണമല്ലോ. പക്ഷേ 3ൻ്റെ അന്നും അച്ഛൻ ഇത് തന്നെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, വല്യപ്പച്ചൻ ഇപ്പോഴും ബോട്ടിൽ ഇവിടെ ഉണ്ട്, അല്ല പിന്നെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലല്ലോ. 40ൻ്റെ അന്നും അച്ഛൻ ഇത് തന്നെ പറഞ്ഞ്. അപ്പോൾ 40നും ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ എന്താ തെളിയിക്കുന്നത്? വല്യപ്പച്ചൻ ഇപ്പോഴും കല്ലറയ്ക്കാതെ തന്നെയുണ്ട്, പോയിട്ടില്ല. വർഷങ്ങൾ പലതും പിന്നിട്ടു, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതൊന്നും അതങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. എന്നിട്ടും പിന്നെ അങ്ങ് പ്രാർത്ഥിക്കുക. അത് ജൽപ്പനമെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അവസാനം സ്നാനമെന്ന് പറയുന്നൊരു വിഷയത്തിൽ വന്നു. സ്നാനമെന്ന് പറയുന്നൊരു വിഷയത്തിൽ വന്നു കഴിഞ്ഞപ്പം വിശ്വസിച്ച് സ്നാനമേൽക്കണം, മാത്രമല്ല സ്നാനത്തിൽ അവനോടുകൂടി കുഴിച്ചാൽപ്പെടുന്നു, ഇങ്ങനെ കുറേ വാക്യങ്ങൾ അത് കുറേ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വെള്ളത്തിനകത്ത് വിശ്വസിച്ചിട്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ഒരുത്തൻ വേറൊരാളുടെ സഹായത്തോടെ മുങ്ങി പൊങ്ങുന്ന പ്രവണത അത് നടക്കുന്നത് പെന്തിക്കോസുകാരുടെയില്ല. പെന്തിക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്ന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കൂട്ടരാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് കുറച്ച് പെന്തിക്കോസുകാരുണ്ട്. അവരുടെയൊക്കെ ജീവിതവും രീതിയും ഒക്കെ ഞാൻ കാണുന്നത്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുറച്ച് പെന്തിക്കോസുകാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ശൈലിയൊക്കെ അന്നത്തെ ലെവൽ നമുക്കറിയാം. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ
പറഞ്ഞു, കർത്താവ് ഇതിപ്പോൾ ഈ സ്നാനമെന്ന് പറയുന്ന ഈ സംഭവം വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ചെയ്യുന്നത് ഇവിടുത്തെ ബന്ധുക്കൂസാരാണ്. പക്ഷേ ഈ ബന്ധുക്കൂസാരെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവരിപ്പോൾ ഉണ്ടായിട്ട് 100 വർഷമായുള്ളൂ. ഇത് AD 345 മുതൽ ഇന്ത്യയിൽ കേരളത്തിൽ ഉള്ള കൂട്ടരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ അത്രയും അറിയാം അവർക്ക് എന്നൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അവസാനം ഞാൻ ഒരു നിലപാടിലെത്തി, വേദപുസ്തകം അനുസരിക്കണം. അതിന് എന്ത് പറഞ്ഞാലും ഒറ്റക്കാലിൽ നിൽക്കണമെന്ന് യേശുക്രിസ്തു ഉപദേശിച്ച് അതും അനുസരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു തീരുമാനമായിട്ടാണ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ വിശ്വസിച്ച് വേണം സ്നാനമേക്കാനെന്ന് ബൈബിൾ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ വേണം. പക്ഷേ അതിന് എന്നെ സഹായിക്കാൻ ബന്ധുക്കോസുകാർക്കേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റുകയില്ല. അപ്പം ബന്ധുക്കോസുകാരുടെ പോണോ വേണ്ടായോ എന്നുള്ള ചിന്ത. പിന്നെ ഞാൻ ബന്ധുക്കോസുകാരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ന്യായങ്ങൾ കർത്താവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേദോത്സവത്തിലും പറയുന്നുണ്ട് സ്നാനം 1 എന്നൊക്കെ പറയുന്ന വാക്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു. എന്നിട്ട് ഈ വിശ്വാസ പ്രമാണം ഞാൻ പറഞ്ഞു, പണ്ട് പിതാക്കന്മാർ അന്ന് സുന്നഹദോസ് കൂടിയപ്പോൾ പറഞ്ഞതല്ലേ പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മാമോദിസ ഏറ്റല്ലോ, ഇനിയും അതിനുവേണ്ടി പോകേണ്ട കാര്യമില്ല, ബാക്കി കാര്യങ്ങൾ തിരിച്ചാൽ പോരെ. അപ്പോൾ എന്നോട് അന്ന് ദൈവാത്മാവ് ചോദിച്ചൊരു ചോദ്യം, പാപമോചനം ആർക്കാ? മാമോദിസ ആർക്കാ? പാപിക്കാ. പാപമോചനം വേണ്ടത് പാപിക്കാണ്. നീ എന്നാ പാപിയായത്? കുഞ്ഞ് പാപിയാണോ? അത് പിന്നെ ഞങ്ങൾ ആ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അപ്പോൾ ഞാൻ പാപിയല്ലയോ? അപ്പോൾ കുഞ്ഞായപ്പോഴും എന്നെ അവർ മാമോദിസ മുക്കുന്നതോടെ ഞാൻ പാപത്തിൽ നിന്ന് മുക്തനായില്ലേ? അങ്ങനെ പാപത്തിൽ നിന്ന് മുക്തനാണെങ്കിൽ പിന്നെ കുമ്പസാരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം വേറെ കിടക്കുന്നു. എന്തായാലും കൊള്ളാം. ബൈബിളിനകത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ആദ്യ നിയമത്തിലെ ലംഘനം നിമിത്തം ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരുവൻ മരണമേറ്റു. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ആ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി എന്ന് പറയുമ്പോൾ പിന്നെ ഏത് പാപമാണ് യേശു ക്രൂശിൽ പരിഹരിച്ചത്? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ആദാമ്യ പാപം ആണ് ഇന്നും മനുഷ്യനിലുള്ളതെന്ന് ആണ് പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞായിരിക്കുമ്പോൾ മാമോദിസ മുക്കുന്നത്. സോറി, ആദാമ്യ പാപം യേശുക്രിസ്തുവിൽ പരിഹരിക്കപ്പെട്ടു. ഇനി ആ പാപത്തിനു വേണ്ടി ഒരു മാമോദിസയും ആരും വെക്കണ്ട. പക്ഷേ ഇന്ന് ഞാൻ പാപിയാകുന്നത് ആദാമിന് കൊടുത്ത കൽപ്പന ലംഘനം ആദം നടത്തിയതിൻ്റെ പേരിൽ, അന്ന് ആദമിൻ്റെ ശരീരത്തിൽ ഒരു ബീജമായിട്ട് ഞാനും ഇരുന്നു എന്നുള്ള കാരണത്താൽ ഞാൻ പാപിയായി മുദ്ര കുത്തപ്പെട്ടെങ്കിൽ ആ പാപം ക്രിസ്തു ക്രൂശിൽ പരിഹരിച്ചു. ആദം നിമിത്തം ഞാൻ പാപിയാക്കപ്പെട്ട ആ പാപത്തിന് പരിഹാരം വരുത്തി. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ഞാൻ ആ പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിനോട്, അതാണ് പിന്നീട് പത്രോസ് അല്ലെങ്കിൽ ആദ്യത്തെ പാത്രിക്കീസ് എന്നൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന പത്രോസ്. ആ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. അപ്പോൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, അപ്പം ഇനിയും പാപങ്ങൾ കിടക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ പരിഹരിച്ചിട്ട് പിന്നെയും പാപം കിടക്കണം. അപ്പോൾ അതേത് പാപമാണ്? അപ്പോൾ യേശു ക്രിസ്തുവിൽ ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി. ഓക്കെ, ഇനിയുള്ള പാപമെന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത്, വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തെക്കാൾ അധികമായി ഇരുട്ടിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സുവിശേഷത്തെ അറിഞ്ഞിട്ടും യേശുവിനെ അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാൻ മനസ്സിലാതെ അവനെ അനുസരിക്കാൻ താല്പര്യമില്ലാതെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതാണ് പാപാവസ്ഥ. യേശുക്രിസ്തു നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്. അവൻ പറയുന്നത്, എൻ്റെ കൽപ്പന കേട്ട് പ്രമാണിക്കുന്നവൻ എൻ്റെ ശിഷ്യൻ. അപ്പോൾ കൽപ്പനയുണ്ട്, നമുക്കുണ്ട് കൽപ്പന. ആ കൽപ്പനകൾ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ആ കൽപ്പനയിൽ സ്നേഹമാണ് പ്രധാനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. എനിക്കങ്ങനെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പാപിയാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് മറ്റൊരിടത്ത് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ചിന്തിച്ചപ്പോൾ പാപം എന്നിൽ ഉണ്ടെന്നുള്ള ബോധ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം ഈ മാമോദിസായാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടിട്ട് വേണം മാമോദിസാകാൻ. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിലാകപ്പെടും. മാനസാന്തരപ്പെട്ടിട്ട് വേണം സ്നാനമേക്കാനെന്ന് ആദ്യത്തെ പാത്രിക്കീസായ പത്രോസ് പോലും പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്നാനമേക്കണം. അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എവിടെ പോകും? ഏത് ബന്ധുക്കോസുകാരെ ഇത് ചെയ്തുള്ളൂ. ശരി, അവസാനം ബന്ധുക്കോസുകാരോട് പോകാൻ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ഒരു ബന്ധുക്കോസ് കൂട്ടായ്മയെ കണ്ടെത്തി. ആ കൂട്ടായ്മയിൽ പോയി അവിടെ ഞാൻ എൻ്റെ താല്പര്യം പറഞ്ഞു. ചുരുക്കി ഞാൻ സ്നാനപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവാം, ഞാനിങ്ങനെ പെന്തക്കോസിൽ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്യപാനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാടക ട്രൂപ്പ്, പലപ്പോഴും രാത്രികളിൽ ഒരുപാട് ഇരുട്ടിയൊക്കെ, പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനോടൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര എതിർപ്പുള്ള അവസ്ഥകളായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിന് കുറേ മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പോവുക, അതാണ് ശരി, അവർ പറയുന്നതാണ് കുറേ ശരി. അത് ഞാൻ തിരിച്ചറിഞ്ഞത് അവരാണ് ശരി എന്ന് ഞാൻ തിരിച്ചറിയുന്നതിൻ്റെ പിന്നിലും ഒരു തീരുമാനമുണ്ടായി. അത് ഞാൻ ചെയ്തൊരു പരിപാടി, ഈ എപ്പിസ്കോപ്പൽ സഭകളുടെ ഉപദേശങ്ങൾ ഒരു പേപ്പറിൽ എഴുതി. പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശങ്ങൾ, അവരുടെ ജീവിതങ്ങളല്ല, ജീവിതം വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം എല്ലാ മനുഷ്യരിലും കുറവ്, അത് പത്രോസിലും ഉണ്ട്. കർത്താവിനോട് ചോദിച്ചു, നീ ആരെ കണ്ടിട്ട് എൻ്റെ ശിഷ്യനാകാനിരിക്കുന്നത്? പത്രോസിനെ കണ്ടിട്ടാണോ? യോഹന്നാനെ കണ്ടിട്ടാണോ? നിനക്ക് എൻ്റെ ശിഷ്യനാകണമെങ്കിൽ നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നീ പത്രോസ് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് പെന്തക്കോസ്തുകാരുടെ ലൈഫല്ല,
അവർ പഠിപ്പിക്കുന്ന പഠിപ്പീരിലൂടെ വേദപുസ്തകത്തിലെ ആ വചനങ്ങൾ ഒരു കടലാസിൽ എഴുതി. ഇവരും ശരിയെന്ന് പറഞ്ഞ് ഇവരും പറയുന്ന കുറേ കാര്യങ്ങൾ, ഇതിനകത്ത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള, ഇവർ തമ്മിൽ ഐക്യപ്പെടാത്ത, രണ്ട് കൂട്ടരും യേശുക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ്, രണ്ട് കൂട്ടരും ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ രണ്ട് കൂട്ടരും ബൈബിളിൽ പരസ്പരം യോജിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥന, മരിച്ചു പോയവരോടുള്ള പ്രാർത്ഥന, രൂപമുണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രാർത്ഥന, സ്ലീഹ കുരിശു വെച്ചിട്ട് ഞങ്ങളുടെ ആത്മത്തിൻ്റെതിനാൽ രക്ഷയുണ്ടാക്കിയെന്ന് സ്ലീബായേ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറഞ്ഞ് കുരിശിനെ കുമ്പിടുന്ന പരിപാടി. അവരിതിനെല്ലാം എതിർക്കുന്നു. വിഗ്രഹം പാടില്ല, ആത്മാവിന് രക്ഷയുണ്ടാക്കിയത് സ്ലീബായല്ല, യേശുവ. അതുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലാണ് മുട്ടുമടക്കേണ്ടത്. യേശുവിന് രൂപം ഉണ്ടാക്കാൻ പാടില്ല. അക്ഷയനായ ദൈവത്തിൻ്റെ രൂപം ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ്റെ കാണാൻ പാടില്ല. പറവ, ഇഴജാതി തുടങ്ങിയ വസ്തുക്കളിൽ നിന്നും കാണരുത് എന്നൊക്കെ പറഞ്ഞ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, അതേ പൗലോസിൻ്റെ വാക്ക് എടുത്തിട്ടാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ പഠിപ്പിച്ചതിനെതിരായിട്ട് ആര് പഠിപ്പിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞിട്ട് പൗലോസ് പഠിപ്പിച്ച റോമാലേഖനത്തിലെ വാക്യം തന്നെയാണ് ഇവരിവിടെ ലംഘിക്കുന്നത്, രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് രണ്ടും എഴുതി, ഇവരുടെ രണ്ടുപേരുടെ ഉപദേശ വൈരുദ്ധ്യങ്ങൾ എഴുതി. എന്നിട്ട് ബൈബിൾ വെച്ച് മാർക്കിടാൻ തുടങ്ങി. ഇതിലെ ഭൂരിപക്ഷം ആരുടെ ഭാഗത്താണോ ശരി ആ ഭാഗത്തോട്ട് ചേർന്ന് നിൽക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാൻ മാർക്കിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉപദേശപരമായ വിഷയം കേട്ടോ, വ്യക്തിപരമായ ജീവിതമല്ല, ഉപദേശപരമായ വിഷയങ്ങൾ മാർക്കിട്ട് വന്നപ്പോൾ അന്ന് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പെന്തക്കോസ്ത് വിഭാഗം പറയുന്ന ഉപദേശങ്ങളാണ് ശരി, ഇവർ പറയുന്നതല്ല. ബൈബിൾ വെച്ചിട്ട് പഠിച്ചപ്പോൾ, നിഷ്പക്ഷമായി പഠിച്ചപ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകാം. അങ്ങനെ ഞാൻ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോയി കാര്യങ്ങൾ പഠിച്ചു, പുതിയ വളരാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എതിർത്തു, 2-3 ദിവസം എന്നോട് മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് അവൾ തീരുമാനം പറ്റി, അവളും എന്നോട് ചേർന്ന് വന്നു. അമ്മ ഭയങ്കര എതിരായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചേർന്ന് വന്നു, അപ്പൻ ചേർന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട്, എൻ്റെ ജ്യേഷ്ഠൻ മാത്രം ഇന്നും പള്ളിയിൽ ഒരു കപ്പിയാരായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. എൻ്റെ പെങ്ങൾ കുടുംബവും വിശ്വാസം ചെയ്യുന്നു. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ അവർ കത്തോലിക്ക, മലങ്കര കത്തോലിക്ക വിഭാഗത്തിൽ, അവളുടെ ഒരു അപ്പൻ്റെ പെങ്ങളുടെ മോന് പള്ളിയിൽ ഒരു പുരോഹിതനുമൊക്കെ, എങ്കിലും അവരും ഈ വേദോത്സവത്തെ അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അവരും വന്നു. അങ്ങനെ ഞങ്ങളൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം ദിവസവും ഞാനും പുതിയ ഇവിടെ ഞാൻ പണ്ട് ആഗ്രഹിച്ച മോഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. യേശുവിനെ പ്രസംഗിക്കാൻ, ബൈബിളെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയും പ്രസംഗവേദികൾ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിവിടെ ഒരു കർത്താവിൻ്റെ വേലയിലേക്ക് സമർപ്പിക്കപ്പെട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒത്തിരി ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം പതിയെ പരിഹരിക്കപ്പെടാൻ തുടങ്ങി. കുറച്ച് കടങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് കർത്താവിൻ്റെ വേല പൂർണ്ണമായിട്ട് ചെയ്യണം. ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ മുഴുവൻ നിർത്തി. എൻ്റെ വീടും വസ്തു, എനിക്ക് എൻ്റെ അപ്പം തന്ന വീതം തന്ന വസ്തുവിനകത്ത് ഞാൻ വെച്ച വീട് ഉൾപ്പെടെയുള്ള സ്ഥലം വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ട് അതിനകത്ത് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്ന കടവും വീട്ടി ബാക്കി മുഴുവൻ പണവും അബ്രഹാമിന് പണ്ട് പ്രേരിപ്പിച്ചതുപോലെ വിട്ടുകളഞ്ഞ് ചെറി മുഴുവൻ പണവും പല ആളുകൾക്ക് വീതിച്ചു കൊടുത്തിട്ട് എൻ്റെ അക്കൗണ്ട് 0 ആക്കിയിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങൾ, അന്നത്തേക്ക് മോളും ജനിച്ചു, മോളെയും കൂട്ടി ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ ഞാൻ പഠിച്ചു, വേദ പഠനം നടത്തി. അവിടെയും പല സംശയങ്ങൾ വരുമ്പോൾ ഈ പറയുന്നത് പോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരോട് ചോദിക്കേണ്ട, അച്ഛനോട് ചോദിക്കുന്ന പോലെ തന്നെ ഇവിടെ പഠിപ്പിച്ച പാസ്റ്റർമാരോട് ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പലതിനും അവർക്കില്ല, എങ്കിലും അവിടെ എനിക്ക് ആശയക്കുഴപ്പങ്ങൾ പിന്നെയും തുടങ്ങി. പണ്ട് പള്ളിയിലുണ്ടായിരുന്നപ്പോഴത്തെ പോലുള്ള ആശയക്കുഴപ്പങ്ങൾ. എന്തായാലും കൊള്ളാം, കേരളത്തിലെ പാസ്റ്റർമാരോട് ഞാൻ അവർ തന്നെ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളിലെ കുഴപ്പങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കാരണം അവർ തന്നെ പറയുന്നു വിഗ്രഹത്തിന് ശക്തിയില്ല, അതിന് കണ്ണുണ്ടെങ്കിലും കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വണക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സേവിക്കുന്നവരും അങ്ങനെയാണ്. അങ്ങനെ എന്നിട്ട് അവർ തന്നെ പറയുകയാണ് വിഗ്രഹത്തിൻ്റെ പോരാട്ടം ഉണ്ടെന്ന്. ഇത് ഞാൻ അവരോട് തന്നെ ചോദിച്ചാൽ വിഗ്രഹത്തിന് ശക്തിയില്ല, പിന്നെ എങ്ങനെ പോരാടുന്നത്? വിഗ്രഹാർപ്പിതത്തിന് ശക്തിയില്ലെന്ന് പറയുന്നത്, പക്ഷേ വിഗ്രഹാർപ്പിതം പണ്ടങ്ങാണ്ട് കഴിച്ചു, കൂടോത്രം കഴിച്ചു, കൈവശം കഴിച്ചു, അതുകൊണ്ടാണ് നിനക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് ഛർദ്ദിപ്പിക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ തന്നെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും വേദപുസ്തകത്തിന് യോഗ്യമായതല്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ കൂടുമ്പം കണ്ണടച്ച് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ കാണേണ്ടത് കർത്താവിനെയല്ലേ. പക്ഷേ ഇവർ കാണുന്നത് ആരാധനയോട് പോരാടുന്ന അന്ധകാര ശക്തിയാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് വസിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഈ ആരാധനയ്ക്കകത്ത് എങ്ങനെ കർത്താവ് വരുന്നിടത്ത് എങ്ങനെ ഇരുട്ടിൻ്റെ ശക്തി വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളായി കഴിഞ്ഞപ്പോൾ അവരും പണ്ട് അച്ഛൻ ചെയ്ത പോലെ ഇതൊക്കെ മുട്ടാത്തിറക്കൊന്നും വേണ്ട, അതൊക്കെ അവരെല്ലാം മണ്ടന്മാരാണോ, അവരൊക്കെ ആത്മാവിനെ പ്രാപിക്കണം, അന്യഭാഷ ഉണ്ടെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ള തെളിവാകത്തുള്ളൂ. അന്യഭാഷയെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഈ അന്യഭാഷ വരമാണ്. അതിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചർച്ച കൂടുമ്പോൾ, സഭയിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് അന്യഭാഷ പറയരുത്. ഇനി അഥവാ പറഞ്ഞാൽ ഒരു 3 പേരെ പറയാവൂ. ആ പറയുന്നതും കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് കൊടുക്കാൻ ആളുണ്ടാവണം, എങ്കിലേ 3 പേര് പറയാവൂ. ഇനി അങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പോലും 3 പേരെ പറയാവൂ. ആ 3 പേരും കൂടെ ഒന്നിച്ച് പറയാൻ പാടില്ല, ഓരോരുത്തരായിട്ടേ പറയാവൂ. ഇങ്ങനെയൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് ഭാഷ പറയും. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചിട്ട് എല്ലാവരും അന്യഭാഷയെ പറഞ്ഞിട്ട് എല്ലാം കൂടെ കാണുന്ന കൂട്ടി കല്ലറിക്കി കിടന്ന് വെള്ളം വയ്ക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നിന്നവർ ഇവർ ബർബരന്മാർ, ബൈബിളിൽ അത് തന്നെ പോലെ ഇവർ ബർബരന്മാരാന്ന് പറയത്തില്ലയോ? ആ ഭാഗമൊക്കെ മറച്ചു വെച്ച് ഒരു ബർബരന്മാരാന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. ഇനി ദശാംശം നിങ്ങളുടെ 10-1 ഇങ്ങ് കൊണ്ടുപോകുക. ഗലാത്യ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവൻ യേശുക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യം. അതുപോലെ 3-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാൽ ഒരുവൻ നീതീകരിക്കപ്പെടുവാനുള്ള ശ്രമം നടത്തിയാൽ അവൻ ശാപത്തിൻ്റെ കീഴിലാണ്. കാര്യം ന്യായപ്രമാണം നല്ലത്. ന്യായപ്രമാണത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രമാണം അനുസരിക്കാൻ നീ തയ്യാറായാൽ ബാക്കി മുഴുവനും അനുസരിക്കാൻ തയ്യാറാണ്.
ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ ബാക്കി എല്ലാം അനുസരിച്ചാലും ശരി തെറ്റിപ്പോയി. അതാണ് ന്യായപ്രമാണത്തിൻ്റെ സിസ്റ്റം. അതുകൊണ്ട് നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ജയിക്കാൻ കഴിയാത്ത സ്ഥിതി ഉള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തു പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പല ദേവദാസന്മാരോട് ഉയർത്തി കാണിച്ചു. അപ്പോൾ അവർക്ക് അതിനൊരു ഉത്തരവില്ല. ഞാൻ പറഞ്ഞ ഈ ദശാംശം ന്യായപ്രമാണത്തിൻ്റെ സിസ്റ്റമാണ്. പുതിയ നിയമത്തിൽ വരുന്നത് അവനവനെ വചനം പഠിപ്പിക്കുന്നവർക്കെല്ലാം നന്മയിലെ മോഹരി കൊടുക്കണം. അത് എത്ര കൊടുക്കണമെന്ന് നിൻ്റെ ഹൃദയത്തിൽ തോന്നുന്നതോട് ഇങ്ങനെയൊക്കെയല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പതിയെ അവിടെ അനഭിമതനായി, നമ്മളെ എഴുന്നേൽപ്പിക്കാതായി, സംസാരിക്കാൻ അവസരമില്ലാതായി. അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞൊരു വാക്യമാണ്, ഈ മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പ്. മനുഷ്യർക്കിടയിൽ ഉന്നതമായത്, ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിലൊരു വാക്യം, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അപ്പൻ തനിക്ക് അറപ്പുള്ളത് തൻ്റെ മക്കൾക്ക് കൊടുക്കൂ? ഒരപ്പനെങ്കിലും തനിക്ക് അറപ്പുള്ളത് എൻ്റെ മക്കൾക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അറപ്പുള്ളത് ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കും. ഇവിടെ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുന്ന ഈ കൂട്ടർ നിരന്തരം ആവശ്യപ്പെടുന്നത് ഈ ഭൂമിയിലെ ഉന്നതമായ കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ ആർക്കും കിട്ടാത്ത കുറച്ച് ഉന്നതമായ നല്ല വില കൂടിയൊരു വണ്ടി കിട്ടിയാൽ, നല്ലൊരു വീട് കിട്ടിയാൽ, നല്ലൊരു ജോലി കിട്ടിയാൽ, പഠിച്ചിട്ട് നല്ലൊരു മാർക്ക് കിട്ടിയാൽ, നല്ല ഉന്നതമായ സ്ഥാനത്തൊക്കെ എത്തിയാൽ അതെല്ലാം ദൈവം തന്നാണെന്നുള്ള സാക്ഷ്യം പറയുക. ഇതൊന്നും കിട്ടാത്തവൻ മാറിയിരുന്ന് കരയുക. ഈ പ്രവണത ശരിയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ദൈവാത്മാവുള്ളവനെ ബോധ്യപ്പെടുമെന്നും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ വലിയ കെട്ടിടം വെച്ചിട്ട് ഇതാണ് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ദൈവം എനിക്ക് തന്ന ഈ തിരുവഴുത്തിലെ വാക്യം പോലെ, നമ്മുടെ ഇതിനെക്കാട്ടി വലിയ വീട് കണ്ടിട്ടുള്ള കണ്ണുകൾ ഈ ഭൂമിയിലുണ്ട്. ഇത് തന്നെ ഏതോ ഒരു എഞ്ചിനീയറുടെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ? ഇതാണോ ആ വാക്യത്തിൻ്റെ നിവൃത്തീകരണം? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം വിട്ട് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഞാൻ കർത്താവിൻ്റെ വേലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കുടുംബം പോറ്റണമെങ്കിൽ ഈ പറയുന്ന സഹോദരങ്ങൾ ആരെങ്കിലും വല്ലതും തന്നെങ്കിലേ പോറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ സഹോദരങ്ങൾക്ക് സന്തോഷകരമായ കാര്യമല്ല ഞാൻ ഉയർത്തി കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് അവർ തരാൻ പഠിച്ചു. എന്നെ പ്രസംഗിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല, പാഷന്മാർക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വന്ന് പ്രസംഗിച്ച പാഷന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയായി. എന്ത് ചെയ്യും ഞാൻ ഇനി എന്ത് ചെയ്യും? എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, വളരുന്നുണ്ട്, അവരെ പഠിപ്പിക്കണം. വടക്കേണ്ടിയെ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വടക്കേണ്ടിയെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. ബൈബിൾ കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരെ വിളിച്ചാൽ വടക്കേണ്ടി ബീഹാറിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ ചെന്നപ്പോൾ പട മേടിച്ച് പന്തളത്തിൽ ചെല്ലുമ്പോൾ പന്തംകുളത്തി പട എന്ന് പറഞ്ഞ അവസ്ഥയാണ് അവിടെ. ഇതിനെക്കാട്ടി വലിയ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അവിടെ ഊതി വീഴ്ത്തൽ, കൊടി വീശൽ, ഉരുട്ടിയിടൽ, എന്തെല്ലാം പരിപാടികൾ. ഇതിനാണോ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായത്? യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ അവൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള ആളിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന നിലയിലാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിലുള്ളൊരു കാര്യമാണെങ്കിൽ ഞാൻ അനുസരിക്കാം. അതിലില്ലാത്ത കാര്യങ്ങൾ അനുസരിക്കാൻ എന്നോട് ആവശ്യപ്പെടരുത്, ഞാൻ ചെയ്യത്തില്ല. അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ചില നടപടികളൊക്കെ എടുത്തു. ആ നടപടികളോട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്കും താല്പര്യം തോന്നിയില്ല. കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ഇറങ്ങി വിളിക്കപ്പെട്ട സ്വതന്ത്രമായിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഞാൻ അന്നൊരു തീരുമാനമെടുത്ത്, ഞാൻ കർത്താവ് ഇനി സുവിശേഷ പ്രസംഗത്തിനും ഇല്ലതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, മിണ്ടാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരിക്കുക. ഈ പള്ളിയിലും ഈ ഒരു വേലയായിട്ട് ഇറങ്ങി അച്ഛനോട് കാര്യം ചോദിച്ചപ്പോൾ അവിടെ മോശക്കാരനായി. ഇവിടെ പെന്തക്കോസിൽ വന്നിട്ട് അവരുടെയും പല പഠിപ്പീരുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ മോശക്കാരനാകുക. അങ്ങനെയാണ് ഇനി നാട്ടുകാരുടെ എല്ലാം മോശക്കാരനായി. ഇപ്പം രാഷ്ട്രീയവും വിട്ട് രാഷ്ട്രീയക്കാരുടെ മുമ്പിലും മോശക്കാരനാകുക. എല്ലാവരുടെയും മുമ്പിൽ ഒരു മോശക്കാരനായിട്ട് ഞാൻ മാറുന്നൊരവസ്ഥ. ഇത് വയ്യ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ സത്യം മാത്രം ഞാൻ പാലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ജീവിച്ചോളാം. ഇതായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ അന്ന് രാത്രി ദൈവനോട് ഇടപെട്ടു, എൻ്റെ ദാസനായ പൗലോസിനെ കണ്ടുപിടിക്കാൻ. അവൻ ആർക്കും ഒരു നാഴിക പോലും മടങ്ങിക്കൊടുത്തിട്ടില്ല. പത്രോസിനോട് പോലെ, അന്ന് ഏറ്റവും വലിയ ശ്രേഷ്ഠ എന്ന് അറിയപ്പെടുന്ന പത്രോസിനോട് പോലും അവൻ്റെ ജാതി വികാരത്തെ ചൂണ്ടിക്കാണിച്ച് അവനോട് മുഖാമുഖം എതിർത്ത് നിന്ന ചരിത്രം വേദപുസ്തകത്തിൽ എഴുതി തന്നിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പസ്തോലന്മാർ മറ്റുള്ളവർ പൗലോസിനെ ഒറ്റപ്പെടുത്തുമ്പോൾ, അകറ്റി നിർത്തുമ്പോൾ, ആ പൗലോസ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതചര്യ നയിച്ചു വന്നവനാണ് പൗലോസ്. അതേ പൗലോസ് തന്നെ ആണ് എബ്രായ ലേഖനം എഴുതിയതെന്ന് ഇവിടെ വേദപണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാഗപീഠമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്നവർ ഞങ്ങൾക്ക് കൊണ്ടുത്തരൂ, നിങ്ങൾക്കുള്ളതിൽ നിന്ന് കഴിയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഡിമാൻഡ് പറഞ്ഞ് മേടിക്കാൻ പറ്റാത്തൊരു വേദിയായത് അത് ന്യായപ്രമാണ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി ദശാംശം മേടിക്കുന്നവനെക്കുറിച്ച് പറയുന്ന 50-ാമത്തെ വയസ്സിൽ അവൻ റിട്ടയർഡ് ആകണം. ഇവിടെ ഏത് ദശാംശം മേടിക്കുന്ന ആളാണ് 50-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആകുന്നത്? ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ദശാംശം വാങ്ങുന്നവൻ ആ ദശാംശം കൊണ്ട് നാട്ടിലെ മുഴുവൻ വിധവകളെ പരിപാലിക്കണം, അനാഥരെ പരിപാലിക്കണം, ആലയത്തിലെ ചിലവ് നടത്തണം. ഈ ദശാംശം മേടിക്കുന്ന ആരാ ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം ചർച്ചിലെ ഒരു വിധവയെ പരിപാലിക്കാൻ ദശാംശം വാങ്ങുന്ന ഏത് പെന്തക്കോസ് ഭാഷ തയ്യാറായിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ മോശക്കാരനായി. അതുമാത്രമല്ല, ഒരു ദിവസം ഒരു പ്രേരണ തോന്നി. ഈ പെന്തക്കോസിനകത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഈ പുസ്തകങ്ങൾ പറയാനും വായിക്കാനും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഒരു 28 ചോദ്യം പെന്തക്കോസുകാർ മറുപടി പറയുമോ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. 28 ചോദ്യങ്ങൾ. എൻ്റെ ആശയമൊന്നുമില്ല, 28 ചോദ്യങ്ങൾ, പെന്തക്കോസിലുള്ള 28 ചോദ്യങ്ങൾ. ഈ പുസ്തകം കുമ്മനാട് കൺവെൻഷന് വിതരണം ചെയ്തു.
വേറെ പലയിടത്തും വിതരണം ചെയ്തു. ബലം രാത്രി 12 മണിക്ക് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, എന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. അതാണ് അവിടുന്ന് കിട്ടിയ അനുഭവം. എന്താ ചെയ്യുക? ഇതെല്ലാം കഴിഞ്ഞ് നിരാശപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനമെടുത്തു. യേശുവേ, അവിടുന്നുണ്ട്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ഇത് മുഴുവൻ മതമാണ്, ഇത് മുഴുവൻ സംഘടന, ഇതെല്ലാം പണം ഉണ്ടാക്കാനുള്ള വേദികളാണ്. ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മറ നീക്കി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഉഗ്രൻ അടിയാന്ന്, ഇലക്ഷനാണ്, അവിടെ മത്സരിക്കുക. ദാസനാകട്ടെ എന്ന് കർത്താവ് പറയും. മുമ്പനാകാൻ ഇച്ഛിക്കുന്നവൻ മറ്റുള്ളവൻ്റെ ദാസനാകട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ മത്സരിച്ച് ജയിക്കാൻ വോട്ടുപിടുത്തുക. മത്സരികളുടെ കൂട്ടമായി മാറി. ലോകത്ത് വികൃതമാണ്. ലജ്ജയായതിൽ മാനം തോന്നുക അവർക്ക്. എല്ലാ നല്ല ദാനങ്ങളിലും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ മണ്ണിൽ നിന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച് ശാസ്ത്രത്തിൻ്റെ കഴിവിനാൽ പരിഷ്കരിച്ച് ഉണ്ടാക്കിയെടുത്ത കാറിൻ്റെ മണ്ടയ്ക്ക് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ചിരിക്കുക. ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള നിത്യജീവനാണ്. പക്ഷേ ഈ തുരുമ്പിച്ചു പോകുന്ന 4 ദിവസം മഴ നനഞ്ഞാൽ തുരുമ്പിച്ചു പോകുന്ന, നമുക്കറിയാം ചൂരൽമല ദുരന്തം നിങ്ങൾ കണ്ടതല്ലേ? ബെൻസിനെക്കുറിച്ച്, അവരുടെ വലിയൊരു ലോറിയെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞ കുറേ, അതങ്ങനെ തകരത്തില്ല, ഇങ്ങനെ തകരത്തില്ല. കഴിഞ്ഞ ദിവസം അർജുനൻ അതിനകത്ത് പെട്ട് വെള്ളത്തിനിടയിൽ 72 ദിവസം ആ പ്രളയത്തിനകത്ത് മണ്ണിനകത്ത് കിടന്ന് ആ ലോറി വലിച്ചു പൊക്കി കരയ്ക്ക് കയറ്റിയപ്പോൾ ആ ലോറി കണ്ടിട്ട് ലോറിയാണെന്ന് പറയാൻ തോന്നുന്നു, ട്രക്കാണെന്ന് പറയാൻ തോന്നുന്നു. അതിൻ്റെ ബെൻസ് മോട്ടോഴ്സിന് പോലും വന്നിട്ട് അവരുടെ വണ്ടിയാണെന്ന് പോലും കൺഫ്യൂഷൻ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഈ മണ്ണിൽ നിന്നുണ്ടാക്കുന്ന മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ ദ്രവത്വമുള്ളതാണ്. അങ്ങനെ ദ്രവത്വമുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട നാളെ തുരുമ്പിച്ചു പോകുന്ന മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വസ്തുവകകളുടെ മണ്ടയ്ക്ക് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വയ്ക്കുന്നത് വേറെ ആരുമല്ല, തിയോളജിയന്മാരാണ്. MDHും MDയും BTHും ഒക്കെ എടുത്തിട്ടുള്ള, അതും വലിയ അഭിഷിക്തന്മാരായിട്ടുള്ള ആളുകളാണ് അവരുടെ വാഹനത്ത്. സാധാരണക്കാരനാണെങ്കിൽ പോട്ട് അറിവില്ലായ്മ കൊണ്ടാണ്. ഈ ദൈവവചനത്തെക്കുറിച്ച് ഇത്രയും അറിയാവുന്നവർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് അത്ര വലിയ വിഡ്ഢിത്തരമാണ്. അപ്പോൾ അതങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ വന്ന ആകെപ്പാടെ എല്ലാവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു. പക്ഷേ പൗലോസിൻ്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരിടത്തും നമ്മൾ ഒരു നാഴികയും തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റും. അധ്വാനിക്കണം, സ്വന്തം കൈ കൊണ്ട്. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരാൾക്ക് പോലും ഒരാശയത്തിന് പോലും കീഴ്പ്പെടേണ്ട കാര്യമില്ല. ജോലി ചെയ്തു. എനിക്ക് എൻ്റെ ഭാഗങ്ങൾ കേൾക്കാൻ മനസ്സുള്ളവരോട് പറയാൻ ഞാൻ തയ്യാറായി. അങ്ങനെയാണ് ഞാനിപ്പോൾ ജീവിച്ചു വരുന്നത്. ഇന്നും ഞാനൊരു വഴിയോര കച്ചവടക്കാരനാണ്. വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യുന്നു. ആ വഴിയോര കച്ചവടം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇവിടെ ഒരു പാലിയേറ്റീവിൻ്റെ പ്രവർത്തനമുണ്ട് കിടപ്പ് രോഗികളുടെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നു. അതും ചെയ്യാൻ പറ്റുന്നു. ഒപ്പം തന്നെ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാൻ, പറയാൻ അവസരം കിട്ടുന്നിടത്ത് ഞാനത് പറയുന്നു. ഇന്ന് ഒയാസിസ് TV എന്ന് പറയുന്ന ഈ ചാനലിലെ സഹോദരന്മാർ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ ഒരു സാക്ഷ്യം, ടെസ്റ്റ് മണി വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഈ സഹോദരന്മാരെ കുറിച്ച് വലിയ താല്പര്യമുണ്ട്. കാരണം വളരെ ശക്തമായിട്ട് കർത്താവിന് വേല ചെയ്യുന്ന സഹോദരന്മാരാണ്. സിജു ബ്രദറാണെങ്കിലും ജെയിൻ ബ്രദറാണെങ്കിലും അവരുടെ കഴിഞ്ഞകാല ജലാനുഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അവർ കർത്താവിന് വേണ്ടി നടത്തിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ, അതിൽ അവർക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തിലും സെയിം കാര്യങ്ങളുണ്ടായിട്ട് ഞാൻ അവരെ ധൈര്യപ്പെടുത്തി. അവരുടെ ഈ പ്രവർത്തനങ്ങളെ ഞാൻ ഒരുപാട് ശ്ലാഘിക്കുന്നു. കാരണം ഇതവർ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബുകളിലാക്കിയിട്ട് എങ്ങനെയോ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളോട് പറയാൻ ഈ ഒരു വേദിയല്ലാതെ വേറൊരു വേദിയില്ല. കാരണം എന്നെ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ഭാഷന്മാർ അടുപ്പിക്കത്തില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് തുടങ്ങിയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് അവരെ, കാരണം അത് അവരുടെ ജീവിത വഴി, ഉപജീവനമാർഗ്ഗമാണ്. ആ ഉപജീവനമാർഗ്ഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി കളയും. അതുകൊണ്ട് പരമാവധി എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവർക്കും വലിയ കാര്യമാണ്, പക്ഷേ പരമാവധി അകറ്റി നിർത്തും. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ചെറിയ ലേഖകൾ എഴുതുക, ആളുകൾക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് പരസ്യങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്നൊരു രീതി. ഇപ്പോൾ ഈ ഒയാസിസ് TVയുടെ ഈ ഒരു പ്രവർത്തനം, ഈ ചാനലിൻ്റെ ഈ ഒരു പ്രവർത്തനം കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം പലരും ബോധപൂർവം മറച്ചു വയ്ക്കുന്ന, ആരും അറിയരുതെന്ന് കരുതി ബോധപൂർവം അടച്ചുകൊണ്ടിരിക്കുന്ന പല ദൈവവചന സത്യങ്ങളെയും ജനങ്ങളിൽ എത്തിക്കാൻ ഈ സഹോദരന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്കിതിനകത്ത് സംസാരിക്കാൻ സഹോദരന്മാരൊരു അവസരം തന്നതിന് ഞാൻ ഈ സഹോദരന്മാരോട് നന്ദി പറയുന്നു. ഒപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും നിങ്ങൾ ഇത്രയും ക്ഷമയോടെ ഇത്ര നേരം എന്നെ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളോടൊക്കെ ഞാൻ ആവശ്യപ്പെടുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുവെഴുത്തിലെ സത്യത്തിന് വേണ്ടി തന്നെ നിൽക്കണം. ആ വചനത്തിന് വേണ്ടി തന്നെ നിൽക്കാൻ, ഒരാളോട് പോലും കോംപ്രമൈസ് ചെയ്യാതെ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ തക്കവണ്ണമുള്ളൊരു ദൈവശക്തി എനിക്കുണ്ടാകേണ്ടത്. മറ്റൊരു കാര്യം പൗലോസ് പറഞ്ഞ പോലെ ഞാൻ തിരുവെഴുത്തുകളെക്കുറിച്ച് സംസാരിക്കും വേണ്ടും വണ്ണം സംസാരിപ്പാനുള്ള വാക്കും ജ്ഞാനവും അതിനുള്ള പ്രാപ്തിയും കർത്താവ് തരേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.